കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ये सचमुच प्रभु की महान योजना है और कि हम सब इधर बैठे हैं. ദൈവത്തിന്റെ വലിയ ഉദ്ദേശവും നിർണയപ്രകാരമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. मैं जेबू ब्रदर इंट्रोड्यूस करते वक्त ने एक बात मैं सुना, उन्होंने बोला कि इस मीटिंग के लिए जो सबसे अधिक उत्साहित था कि ये मीटिंग के लिए उन्होंने मेरा नाम डाला, लेकिन वो सरासर उसमें सत्य नहीं है. സഹോദരൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി വളരെയധികം ഉത്സാഹിച്ചു എന്നൊക്കെയും പറയുമ്പോൾ അതിൽ അത്ര വലിയ ഒരു സത്യമില്ല എന്ന് ഞാൻ പറയുകയാണ്. सबसे अधिक उत्साहित व्यक्ति अगर कोई है तो वो प्रभु यीशु मसीह था, जो हमारे साथ संगति करना. ഏറ്റവും വലിയ ഉത്സാഹിതനായ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. हम लोग तो सिर्फ उसका आनंद का सिर्फ शेयर द रिचेस जैसा हमने गाया, हम लोग उसका आनंद सिर्फ प्रतिबिंबित करने वाले कुछ युवा लोग हैं इधर, वही है बस. നമ്മൾ ഈ പാട്ടിൽ പാടിയതുപോലെ അവന്റെ ധനം പങ്കിടുന്നവരായി, അവന്റെ സന്തോഷം പകരുന്നവരായി മാത്രമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. अगर हमको अगर उस झलक का जो छोटा सा प्रकाश अगर हम सबको प्राप्त होवे कि वो हमसे हमारे साथ संगति करने के लिए हम कितना अधिक उत्सुक थे, उसका अगर छोटा सा भी हमें प्रकाश मिले तो हम लोग का आनंद മൾട്ടിപ്ലൈ होगा 100 ടൈംസ്. നമുക്ക് കർത്താവ് നമ്മുടെ കൂടെ എത്രമാത്രം നമ്മളോട് കൂടെ ആയിരിക്കാനും നമ്മളോട് സംഗതി ചെയ്യാനും നമ്മളോട് കൂട്ടായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ചെറിയൊരു വിവരണമെങ്കിലും നമുക്ക് കിട്ടിയാൽ നമ്മൾ അത്യന്തം സന്തോഷിക്കും. हमारा प्रभु यीशु मसीह जब इस दुनिया पर आया तभी वो इजराइल के घराने लोगों को मिलने आया था, लेकिन इजराइल के घराने लोगों ने उसे ठुकरा दिया. കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് വന്നത്, എന്നാൽ ഇസ്രായേൽ മക്കൾ തന്നെ ഈ കർത്താവിനെ വേണ്ട എന്ന് പറയുകയായിരുന്നു. he came to his own and his own did not receive him. वो अपने लिए आया लेकिन अपनों ने उसे. मैं चाहता हूँ आप लोग मेरे साथ वचन को साथ संगति करें. वचन चिल्ला कर परमेश्वर की संगति और आदर और आमीन और महिमा करते हुए ये मीटिंग हम लोग भाग ले. നമ്മൾ കാണുന്നത് പോലെ അവൻ സ്വന്തത്തിലേക്ക് വന്നു, എന്നാൽ സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല എന്ന് നമ്മൾ കാണുന്നത് പോലെ നമ്മൾ ഈ മീറ്റിങ്ങിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഓരോ വചനവും നമ്മൾ പ്രഖ്യാപിക്കുന്നവരായി തീരുവാൻ, ഓരോ വചനവും നമ്മൾ വായിൽ നിന്നും സംസാരിക്കുന്നവരായി തീരുവാൻ, ഒച്ചത്തിൽ തന്നെ അത് പറയുന്നവരായി തീരുവാൻ എന്നോടുകൂടെ നിങ്ങൾ ഇതിന് പങ്കുള്ളവരാകണം. इस तरह से प्रभु ने मुझे अनुग्रह दिया कि मेरा एक्सीडेंट होने के बाद मैं 5 महीने से कलीसिया में भाग नहीं ले पा रहा हूँ, ना आ पा रहा हूँ, लेकिन परमेश्वर ने मुझे यहाँ पर अनुमति दिया, उसके लिए मैं धन्यवाद करता हूँ पिता परमेश्वर का. ഇങ്ങനെ എൻ്റെ ഒരു കാലിൻ്റെ ഒരു ചെറിയ ആക്സിഡന്റ് ആയതിനു ശേഷം ഞാൻ ഏകദേശം 5 മാസത്തോളം ഞാൻ വീട്ടിലായിരുന്നു. ഈ 5 മാസം എനിക്ക് സഭായോഗത്തിന് പോലും കൂടി വരാൻ പറ്റിയില്ല. എന്നാൽ ദൈവകൃപയാൽ എനിക്ക് ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം അവസരം തന്നു. और एक बात भाई जेबू ने बोला इंट्रोडक्शन में कि मैं आउटलाइन प्रिपरेशन करने के लिए मैं अधिक उसके लिए मैंने रूपरेखा लिखा, लेकिन मेरा ये विश्वास है कि ये आउटलाइन भी मेरा प्रभु ने ही बनाया और मेरे लिए दिया है, और ताकि आप लोगों के साथ शेयर करूं. मैं तो केवल सिर्फ एक पोस्टमैन था, ये वहाँ से लाया, मिला और आपके साथ बांटा. സഹോദരൻ വേറൊരു കാര്യം കൂടി പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഈ ഔട്ട്ലൈൻ എഴുതുന്നതിൽ സഹോദരന്റെ ഭാഗം വലിയേറിയതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ പറയുകയാണ്, ഇത് കർത്താവ് തന്നെയാണ് ഇത് എഴുതിയത്, ഞാൻ വെറും ഒരു പോസ്റ്റ്മാന്റെ ജോലി മാത്രമാണ് ചെയ്തത്, അത് നിങ്ങൾക്ക് കൈമാറിയെന്ന് മാത്രമേ ഉള്ളൂ. हम लोग नए करार के बारे में भाइयों लोग ने बहुत अच्छी तरह से वर्णन किया है, मेरा विश्वास है. പുതിയ നിയമത്തിന്റെ ഒരു വിവരണം ചെറുതായിട്ട് നമുക്ക് സഹോദരന്മാർ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं कहाँ से शुरू करूँ, कहाँ पर कैसे मेरा बोझ आपके साथ हल्का करूँ. मेरे सामान्य बुद्धि में मैं शायद मैं अच्छी तरह से आपके सामने में नहीं ला पाऊँ, लेकिन आप लोग अगर सचमुच आत्मा में अगर प्रार्थना पूर्वक अगर मीटिंग में अगर अभी भाग लेंगे तो फिर मैं विश्वास करता हूँ कि पवित्र आत्मा जो आपके अंदर है, मसीह जो आपके अंदर है, वही खुद आपको आपसे बात करेगा और उसका चाहत और इच्छा क्या है प्रकट करेगा. मैं तो केवल उसका आवाज़ हूँ, बाकी आत्मा में प्रकट करने वाला सत्य वही है, और वो सत्य मैं विश्वास करता हूँ कि हमें छुटकारा देगा.
അപ്പോൾ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല. എങ്കിൽ പോലും നിങ്ങളിൽ ഉള്ള ആത്മാവ് ഞാൻ സംസാരിക്കുന്ന വിഷയം ദൈവാത്മാവിന്റെ സഹായത്തോടെ കേൾക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തോട് ഒന്നാകാനും നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കുവാനും ദൈവം അവസരം തരട്ടെ. जैसा हमने सुना यरूशलेम के पास जब परमेश्वर उसके फाटक पर पहुंचा, हमारा यीशु मसीह रो पड़ा था. നമ്മൾ കാണുന്നു കർത്താവ് യെരൂശലേമിനോട് അടുക്കുമ്പോൾ കർത്താവ് കരഞ്ഞു എന്നത്. उसमें लगे हे यरूशलेम मैंने कितना तुझे अपने पास समेटने की कोशिश किया, जैसे एक मुर्गी अपने बच्चों को अपने पंखों तले समेटने की कोशिश की, लेकिन तुमने ना मानी. യെരൂശലേം പുത്രിമാരോട് സംസാരിക്കുന്ന പോലെ യെരൂശലേമിനോട് പറയുന്ന പോലെ കർത്താവ് പറയുകയാണ്, കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കും പോലെ ഞാൻ എത്രത്തോളം നിങ്ങളെ ഞാൻ എന്നോട് അടുപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. और देखो तुम्हारा घराना अभी देखो तबाह हो रहा है. എന്നാലും നിങ്ങളുടെ വീട് മുഴുവനുമായിട്ടും നശിച്ചിരിക്കുന്ന സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. तो ये चेतावनी उन्होंने नहीं माना, इजराइल के हृदय कठोर हो गया, तो परमेश्वर बाद में कलीसिया की ओर मुंह फिरा. അങ്ങനെ ഇസ്രായേലിന്റെ ഹൃദയം കഠിനമായതിനു ശേഷമാണ് പിന്നെ കർത്താവ് സഭയിലേക്ക് തിരിയുന്നത്. इसलिए भाइयों, हम लोग को अच्छी तरह से ये बात का सत्य को पकड़े रहना है कि परमेश्वर ने कुछ समय के लिए इजराइल के घरानों के हृदय को थोड़ा कठोर किया है, ताकि उनको हृदय कठोर होने के द्वारा और हमारे पर दया दिखाने के द्वारा आगे चलकर वापस प्रभु ये इजराइल को बचाना चाहता है. കുറച്ച് സമയത്തേക്ക് കാലഘട്ടത്തിന് മാത്രമാണ് ഇസ്രായേലിനെ ദൈവം മാറ്റി നിർത്തിയതെങ്കിലും നമ്മളോടുള്ള വിഷയം കഴിഞ്ഞതിന് ശേഷം, സഭയോടുള്ള വിഷയത്തിന് ശേഷം വീണ്ടും അവരെ കൂട്ടിച്ചേർക്കുകയും അവന്റെ പദ്ധതിയോട് കർത്താവിന്റെ പദ്ധതിയിൽ വീണ്ടും അവരെ ചേർത്ത് കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാം. इस तरह परमेश्वर अपना योजना हमें प्रकट किया रोमन्स में जब पढ़ते वक्त पौलुस के द्वारा. उसके लिए मैं परमेश्वर को धन्यवाद देता हूँ. ऐसा परमेश्वर का दास जो प्रेरित पौलुस, जो हमारे लिए स्वर्ग में प्रवेश कर उसने हमारे लिए वाणी लेकर आया और हमारे सत्य को समझने के लिए आज इतना बड़ा हमें मदद मिला. उसके लिए मैं परमेश्वर को पौलुस भाई के लिए धन्यवाद देना चाहता हूँ. അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കാരണം ആ സഹോദരനാണ് സ്വർഗങ്ങളിലേക്ക് എത്തി ആ സ്വർഗങ്ങളിലേക്കുള്ള ആ അനുഭവങ്ങളും സന്തോഷങ്ങളും സത്യങ്ങളും ഒക്കെയും നമുക്ക് റോമാലേഖനം തൊട്ടുള്ള പുസ്തകങ്ങളിൽ നമുക്ക് എഴുതി തരികയും നമ്മൾ അതിന്റെ സന്തോഷം പങ്കിടാൻ ദൈവം നമുക്ക് ആ സഹോദരൻ മുഖാന്തരം അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. दूसरा व्यक्ति जिसको परमेश्वर ने ऊपर स्वर्ग की ओर खींच लिया हुआ है യോഹന്നാൻ प्रेरित. വേറൊരു സഹോദരൻ സ്വർഗങ്ങളിലേക്ക് എത്തപ്പെട്ട അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ കാഴ്ചപ്പാടുള്ള ഒരു സഹോദരനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. तो परमेश्वर ऐसे लोगों को क्यों अपने स्वर्ग में और खींच रहा है और कुछ बोलना चाहता है उनसे. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനത്തെ വ്യക്തികളെ സ്വർഗത്തിലേക്ക് വിളിക്കുകയും അവരോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്? वो तो भूमि में भी दे सकता था भविष्यवाणी. ഈ ലോകത്തിൽ തന്നെ ദൈവം അവർക്ക് പ്രവചനങ്ങൾ കൊടുക്കാമായിരുന്നു. लेकिन कुछ चीजें हैं वो समझने के लिए कभी कभी देखना पड़ता है. परमेश्वर वही दिखाने के लिए उनको ऊपर खींचा. ചില കാര്യങ്ങൾ മനസ്സിലാകുവാനും ഗ്രഹിക്കുവാനും ചില കാര്യങ്ങൾ കാണേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം അവരെ സ്വർഗത്തിലേക്ക് അവിടെ വിളിച്ചത്. हम जानते हैं अच्छी तरह से कि यूहन्ना ने प्रेरितों की प्रकटीकरण लिखा और किस तरह प्रकटीकरण में स्वर्ग के सारे बातों को उन्होंने इतना अच्छी तरह से उन्होंने वर्णन किया. वहाँ पर क्या है, परमेश्वर चाहता था कि स्वर्ग की बातें का रूपरेखा या वहाँ का जो दर्शन का हमें भी पौलुस का सहभागिता का आनंद मिले. അപ്പം അപ്പോസ്തലനായ യോഹന്നാൻ സ്വർഗങ്ങളിലെത്തി ആ സ്വർഗത്തിലെ സന്തോഷം അത് രൂപരേഖയായി എഴുതി ചേർത്തപ്പോൾ അതിന്റെ സന്തോഷം പൗലോസ് പറയുന്നതിനോട് തന്നെ തുലനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണമെന്ന് ദൈവം അത്യന്തം ആഗ്രഹിച്ചു. ये तो मैं बिल्कुल सोचा नहीं था आपके साथ बांटूं, लेकिन मैं बांटना चाहता हूँ 1 मिनट में. मेरे जीवन में भी एक ऐसा अद्भुत एक घटना घटी. मैं सोया हुआ था बेड पे और अचानक मैं देख रहा हूँ कि मैं स्वर्ग पूरा अपना महिमादायक उजाला से प्रकाशित होकर आकाश चमक रहा था और मैं पूरा मेरा शरीर उस प्रकाश को देखकर मैं तड़प रहा था. मैं
हाथ पैर मेरे कांपने लग गए और मेरा मुंह जबान बंद हो गया, मैं मुंह नहीं खोल पा रहा था। इस तरह का अवस्था में मैं आया था। ഞാൻ ഇത് സംസാരിക്കണമെന്ന് വിചാരിച്ചല്ല, എന്നാലും നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ കിടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ സ്വർഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ആ മഹിമ അത് കാണുവാൻ അല്പമൊന്ന് കർത്താവ് എന്നെ സഹായിച്ചു. അത് ഞാൻ കണ്ടുകൊണ്ട് അത് ശരിക്കും അത് ആസ്വദിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ കാലും കൈയും വിറയ്ക്കുകയും എനിക്കൊന്നും സംസാരിക്കാൻ ഇല്ലാത്തതുപോലെ എൻ്റെ സംസാരങ്ങൾ മുഴുവനും പിടിച്ചു നിർത്തി. എനിക്ക് എന്റെ ചുണ്ടുകൾ പോലും അനക്കാൻ പറ്റാത്ത നിലയിലായി തീർന്നു. And that कम से कम वो 10-15 मिनट तक मैं कांपते जा रहा हूँ और मैं समझ में नहीं आ रहा था मैं ये क्यों हो रहा है, कैसा हो रहा है। और मैं वो प्रकाश मैं सहने नहीं हो रहा, तुरंत मैं शरीर में आ गया। मैं सब फिजिकल मंडल देख रहा था और मैं आजू बाजू में लोग देख रहे, मेरे माँ बाप सो रहे थे। और ये मेरे विश्वास की आधे काल की बात थी। मैं जैसे नया नया प्रभु में आता तभी की, और ये कंट्रोल नहीं हो रहा, तो मैं धीरे धीरे 10-15 मिनट के बाद फिर मैं नॉर्मल हुआ। ഞാൻ വിശ്വാസത്തിന്റെ ആദ്യ സമയങ്ങളിലെ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ, ഈ സ്വർഗീയ ദർശനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ കൈകാലുകൾ വളരെയധികം വിറയ്ക്കുകയും ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ മാതാപിതാക്കളെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് അത് ഗ്രഹിക്കാൻ പറ്റാത്ത നിലയിൽ എൻ്റെ കൈകാലുകളൊക്കെ വിറയ്ക്കുകയും എൻ്റെ ചുണ്ടുകൾ അനക്കാത്ത നിലയിൽ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ മാറ്റപ്പെടുകയും ചെയ്തു. ആ സമയത്ത് एक छोटा सा झलक स्वर्ग का, और बाद में मुझे सहने नहीं हुआ, मैं रिटर्न आ गया। शायद मैं उन दिनों में प्रिपेयर नहीं था। तब से मेरे हृदय में आया मुझे स्वर्ग देखना है, मुझे स्वर्ग देखना है। मेरे अंदर बहुत भूख प्यास था और आज तक बाद में वो दर्शन नहीं देख पाया इस तरह का कोई भी। लेकिन परमेश्वर ने मुझ पर दया किया कि जैसे प्रकटीकरण के पुस्तक पढ़ने लग गया मैं, मुझे परमेश्वर स्वर्ग के सारे बातें जो यूहन्ना के द्वारा प्रभु ने दिखाया, उसके सारे बातें, वहाँ का दृश्य मेरे मन के पिक्चर में प्रकाशित हुआ। और वो मुझे बहुत जीवन और आनंद प्राप्त मिला, मुझे सीख मिला, बहुत सी चीज़ें, सत्य की जानकारी हुई, बहुत सी बातें। ഒരു ചെറിയ വെളിച്ചം മാത്രമേ ആ സമയത്ത് എനിക്ക് സഹിച്ചുകൂടാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് ഞാൻ എത്തിയതിനു ശേഷം ആ സമയം തൊട്ട് ഇന്നേ വരെ ഞാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എനിക്ക് സ്വർഗം കാണണം, എനിക്ക് സ്വർഗത്തിലെ ആ പ്രവേശനം അതത്ര മഹനീയമാണ്, അതിൻ്റെ ആ സന്തോഷം എനിക്ക് ഗ്രഹിക്കണം എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ താളുകളൊക്കെയും മറിച്ച് ഞാൻ വീണ്ടും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ സത്യങ്ങളും അല്പമായി ഗ്രഹിക്കാൻ, എനിക്ക് അതിൻ്റെ യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ ദൈവം അല്പമായി എന്നെ സഹായിച്ചു. हमारा प्रभु हमारे साथ संगति करना चाहता है। वो चाहता है कि उसका इच्छा क्या है, हम लोग जरा देखेंगे वो वचन जो थीम जो जॉन 17:24, യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അതിന്റെ 24 വാക്യം. ऐसा लिखा हिंदी में है, हे पिता मैं चाहता हूँ कि जिन्हें तूने मुझे दिया है, जहां मैं हूँ वहां वे भी मेरे साथ हो. 17:24 മലയാളത്തിൽ. നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ള കാണേണ്ടത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവർ എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ചെയ്യും. ആമേൻ. प्रेज द लॉर्ड. इसके पहले प्रभु ने 22 वचन में लिखा कि उसने हमें महिमा दिया है, और उसके प्रभु के महिमा देने के पीछे कारण क्या है इस वचन में स्पष्ट हो रहा है. 22 വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ നമുക്ക് മഹത്വം തന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള ഒരു സത്യത്തെയാണ് 24 വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. वो कहता, प्रभु कहता है, हे पिता मैं चाहता हूँ, आई डिजायर. പിതാവേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു പദപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. यही डिजायर था प्रभु यीशु मसीह यरूशलेम में फाटक पे जाते वक्त कहा रहता कि मैं कितना चाहता हूँ कि मैं तुम्हें अपने पास बुलाऊं, लेकिन तुमने ना मानी. तो जैसा मुर्गी अपने पंखों तले के नीचे बच्चों को समेटना चाहती है, उस तरह का प्रेम, उस तरह का प्यार. ये बात जब मेरे को प्रकाशित हुआ तो मेरे रोंगटे खड़े हो गए. ये मेरे से ज्यादा प्रभु है जो इस कॉन्फ्रेंस के लिए इच्छा रख रहा है.
അപ്പോൾ നമ്മൾ യെരുശലേമിലേക്ക് പോയ കർത്താവ് യെരുശലേമിനോട് അടുത്തപ്പോൾ നമ്മൾ കണ്ടതുപോലെ കോഴി തന്റെ കുഞ്ഞിനെ തന്റെ ചിറകിൻ കീഴെ മറയ്ക്കുന്നത് പോലെ ഞാൻ എത്രത്തോളം നിങ്ങളെ എന്നോട് അടുപ്പിക്കാൻ ആഗ്രഹിച്ചു, എന്നോട് അടുപ്പിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു എന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ ഈ വാക്യത്തിൽ പോലും നമ്മൾ കാണാൻ പറ്റുന്നത് കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ അവനോട് ഒന്നായി ചേരുക എന്നുള്ളതാ. അതുപോലെ തന്നെ ഈ മീറ്റിംഗിന്റെ കോൺഫറൻസിന്റെ ഏറ്റവും ഉത്സാഹിതനായതും ഏറ്റവും ഉത്സാഹം നിറഞ്ഞ ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കർത്താവ് തന്നെയാണ്. मैं सोचा कि स्वर्ग में जाने की इच्छा और स्वर्ग में जाने की बात वो मेरी जरूरत है. ഞാൻ ആദ്യം വിചാരിച്ചത് സ്വർഗത്തിൽ പോവുക എന്നത് എന്റെ ആവശ്യമാണ് എന്നതാണ്. लेकिन इधर पता चलता है कि यीशु मसीह जब स्वर्ग में जाने के पहले वो पिता परमेश्वर से प्रार्थना करता है कि जहां पर मैं रहूं वहां पर ये भी मेरे संग रहे, ये उसका इच्छा है. ആമേൻ. അപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പിതാവേ എന്റെ ആഗ്രഹമാണിത്, ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും എന്നോടൊപ്പം ആയിരിക്കണം എന്നത് എന്റെ ആഗ്രഹമാണെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് 17-ാം അധ്യായത്തിൽ പറയുകയാണ്. अगर मुझे जब पता चला कि मेरा एक भाग, मेरे पैर का हिस्सा जब बिल्कुल ना के बराबर हो, तभी मुझे पता चला कि मेरा साथ पैर रहेगा तो कितना अच्छा होता. उसका अहमियत, उसके वैल्यू जिसके पास पैर नहीं वही समझ सकता है. അപ്പം കാലിന്റെ ഒരു ഭാഗം എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായപ്പോൾ എനിക്കത് എന്റെ കാൽ ഒടിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കാലില്ലാത്തവനെ ശരിക്കും കാലുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ മഹത്വം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. जिसका बेटा खोया है वही जानता है कि बेटा ना होने का दर्द और दुख क्या है. ഒരു വ്യക്തിയുടെ മകൻ നഷ്ടപ്പെടുമ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നത് ആ നഷ്ടം എത്ര വലുതാണെന്ന്. भाइयों, प्रभु ने जब हमें बनाया, प्रभु आदम को बनाया, जब आदम नष्ट हुआ तो उसका सबसे बड़ा दुख और दर्द प्रभु हमारे परमेश्वर को हुआ है. ആദമിനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദമിന് വീഴ്ച പറ്റിയപ്പോൾ ആദം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ ദുഃഖം അതിലുണ്ടായത് ദൈവത്തിന്റെ തന്നെയാണ്. मेरा ये विश्वास है कि जब परमेश्वर ने स्वर्ग और भूमि बनाया था तब यीशु मसीह अकेला था, कोई सृष्टि नहीं थी. ദൈവം കർത്താവ് സ്വർഗത്തെയും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ സമയത്ത് കർത്താവ് ഒറ്റയ്ക്കായിരുന്നു. वो सारे डायग्राम मुझे बनाना था लेकिन नहीं बना पाया. लेकिन ये बताना चाहता हूँ आप लोगों, जरा स्वर्गीय आंखों से, आत्मिक दर्शन से आप जरा ये बात को देखो कि ये त्रिएक परमेश्वर पिता पुत्र आत्मा कोई है नहीं, वही तीन ही थे शुरुआत में, आदि में. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ ത്രിയേക ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൃഷ്ടിക്കുന്നതിന് മുൻപേ. और वे लोग कभी ना अनअप्रोचेबल डार्कनेस लाइट, कभी जिधर ऐसा क्षेत्र जहाँ पर कभी हमको पहुंचने के लिए अनुमति नहीं है, ऐसे रेल में, ऐसे स्तर में ये लोग निवास करते हैं. ഈ അടുത്തുകൂടാത്ത ഒരു മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു ബീയിങ് ആണ് ദൈവം. और वहां से परमेश्वर पुत्र यीशु मसीह में एक ऐसा स्तर को उसने सृष्टि की जिसको हम लोग पहुंच पाने वाले स्तर को की सृष्टि निर्माण की यीशु मसीह में. അപ്പം ये है पहला कार्य जो प्रभु ने किया हमारे संबंध में. ദൈവം എന്താണ് ചെയ്യുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു തലം ഉണ്ടാക്കുകയാണ്. ആ തലത്തിൽ മനുഷ്യനെ ദൈവത്തോട് അടുക്കാൻ തക്കവണ്ണമുള്ള ഒരു തലം കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം ഉണ്ടാക്കി. तो देखो, ये त्रिएक परमेश्वर कभी ना पहुंचने वाले स्तर से, वो त्रिएक परमेश्वर से एक व्यक्ति उठकर पहुंच जाने वाला स्तर, जहां पर हम छू सकते हैं, मिल सकते हैं, देख सकते हैं, ऐसे स्तर पर यीशु मसीह उतर आया. उसने एक स्तर बनाया, पिता परमेश्वर एक स्तर बनाया, सब मसीह में है, सब यीशु मसीह में. यीशु मसीह स्वर्ग के अंदर नहीं है, स्वर्ग और भूमि सब कुछ यीशु मसीह में है. ये एक ऐसा स्तर बनाया, मतलब परमेश्वर हमसे मिलने के लिए, सृष्टि से मिलने के लिए पहुंच पाने वाले स्तर को
निर्माण करना पड़ा। Amen. അപ്പം ഈ അടുത്തുകൂടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ അല്ലെങ്കിൽ അടുത്തുകൂടാൻ പറ്റാത്ത മനുഷ്യൻ ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ പറ്റാത്ത ഇത്ര മഹാനായ ദൈവം, തേജസ് നിറഞ്ഞവനായ ദൈവം, ഒരു മനുഷ്യൻ തന്നോട് അടുക്കാൻ തക്കവണ്ണം, മനുഷ്യന് ദൈവത്തോട് സംസാരിക്കാൻ തക്കവണ്ണം ദൈവം എന്താണ് ചെയ്യുന്നത്? തന്റെ പുത്രനിൽ, തന്റെ മകനിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു തലമുണ്ടാക്കേണ്ട, ഒരു മണ്ഡലം ഉണ്ടാക്കുകയാണ്. ആ മണ്ഡലത്തിലാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ചരാചരങ്ങളും, ഭൂമിയും സ്വർഗങ്ങളും ഒക്കെയും ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം അവന് നമ്മളോട് സംസാരിക്കാനാണ്. हम जानते हैं कि परमेश्वर ने स्वर्ग बनाया, भूमि बनाया आदि में, फिर उसके बाद सारे चीजें बनाए, चांद तारे जो भी है उसने बनाया, फिर बाद में स्वर्गदूतों को, मतलब स्वर्गदूत को पहले बनाया, फिर जब ये सारी चीजें आकाश और ये भूमि और तारे से बनाते वक्त स्वर्गदूत लोग जो है, सुबह के तारे, वे लोग प्रभु का सृष्टि के कार्य को करते हुए देखते हुए लोग प्रसन्न हुआ और वो लोग गीत गाए। हम अय्यूब के किताब में देख सकते हैं, वचन लेने की जरूरत नहीं है। സ്വർഗത്തിലെ ദൂതന്മാരെയൊക്കെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആകാശത്തെയും ഭൂമിയെയും സ്വർഗങ്ങളെയൊക്കെയും സൃഷ്ടിക്കുമ്പോൾ ആ നക്ഷത്രങ്ങളുടെ മനോഹരത്വമൊക്കെ കണ്ടിട്ട് സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുകയും ഗാനങ്ങൾ പാടുകയും ചെയ്ത കാര്യം നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. और मैं ये स्टडी कर रहा था कि प्रभु ने इतने इतने अनगिनत अरबों खरबों तारे बनाए परमेश्वर, और वो मिलकर एक गैलेक्सी हो रहा है। और इस तरह के अरबों खरबों तारे से भरा हुआ अरबों खरबों गैलेक्सियां बनाई, इतनी बड़ा विशाल स्वर्ग है जो प्रभु ने, यीशु पिता परमेश्वर स्वर्ग को यीशु मसीह में बनाया। കൊടാനുകൂടി നക്ഷത്രങ്ങളെ ഒക്കെയും സമാഗമിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഗാലക്സി. അങ്ങനെ കുറെ ഗാലക്സികൾ തന്നെ സമാഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രപഞ്ചം തന്നെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അതൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിന്റെ അങ്ങനെയാണ് ദൈവം ആ ചരാചരങ്ങളൊക്കെയും സൃഷ്ടിച്ചത്. हम अंदाजा नहीं कर सकते ये यीशु मसीह कौन था और वो क्या बन गया हमारे लिए। അപ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് സഹോദരങ്ങളെ കർത്താവ് എങ്ങനെയുള്ളവനായിരുന്നു. ആ കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം എങ്ങനെയുള്ളതായി തീർന്നു എന്നത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. उस प्रभु के को सिंहासन पर बैठकर वो करोड़ों अरबों लोग स्वर्गदूत उसके घुटने टेककर उन लोग आराधना करने वाला हमारा परमेश्वर इजराइल के लोगों के सामने आकर, भूमि पे आकर विनती कर रहा है, मैं तुझे मेरे पास समेटने के लिए कितना मैं चाहत रख रहा हूं। കോടാനുകോടി ദൂതഗണങ്ങളും ഒക്കെയും ഈ കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരമായി കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ കർത്താവ് മനുഷ്യവേഷം ധരിച്ച് ഈ ലോകത്തിൽ ആഗതനാകുമ്പോൾ തന്നെ യെരൂശലേമിനോട് അടുത്തപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, എത്രത്തോളം ഞാൻ നിങ്ങളെ എന്നോട് അടുപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. मैं सोचने लग गया कि ये लंगड़ा व्यक्ति जो कुछ काम का नहीं है, तू मुझसे इतना चाहत रखता कि तू चाहता कि मैं तेरे साथ रहूं जहां पर तू है, मैं तेरे लायक हूं क्या। ഈ മടന്തനായ വ്യക്തി ഒന്നും ചെയ്യാൻ പ്രാപ്തനല്ലാത്ത നിലയിലായിരിക്കുമ്പോഴും, ദൈവമേ ഞാൻ നിന്നോടൊപ്പം ആയിരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നത് എത്ര വലിയ ആഗ്രഹമാണ്. आज दुनिया में हमें कोई नहीं वैल्यू रखे भाई लोग, लेकिन एक चीज सत्य है, आप विश्वास करो या ना करो, आप प्रभु की इच्छा पूरी करो या ना करो, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ചാലും നിവർത്തിച്ചില്ലെങ്കിലും, पिता प्रभु यीशु मसीह की इच्छा ये है कि स्वर्ग में जहां पर अभी आज वो विराजमान है पिता के दाहिने ओर, वहां पर वे रहे मेरे संग। वो विनती कर रहा है, यीशु मसीह ये विनती कर रहा है। इसलिए यह है नया करार कि लोगों को बुद्धि मिले, समझ मिले कि मेरे स्वर्गीय बुलाहट को वो सही तरह से समझे, इस प्रकाश में उसका उजाला में आए। अन्य लोगों के समान मूर्ख भूमि में हम लोग व्यर्थ समय की गवा सकते हैं। പിതാവായ ദൈവത്തെ हमारे बुलाहट को पहचानो। ये मेरे भाई और मेरा कोई कनेक्शन नहीं था, भाई ने यहाँ पर तीसरा इब्रानियों को 3:1 में ऐसा लिखा है, होली प्रेजेंट पार्टेकर्स ऑफ द हेवनली कॉलिंग, मतलब स्वर्गीय बुलाहट। कौन सा बुलाहट आप लोग को बुलाया गया, आप लोग को मालूम है।
സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും ആയിരിക്കണമെന്ന് പിതാവിനോട് യാചിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ആ പിതാവിന്റെ ആഗ്രഹം എത്ര വലുതാണ്, നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അങ്ങനത്തെ ഒരു വിളിയിൽ നമ്മളെ വിളിക്കുമ്പോൾ, നമ്മുടെ എബ്രായ ലേഖനം 3-1 വാക്യത്തിൽ നമ്മൾ കാണുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഇങ്ങനെ ഒരു വിളി നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ പദവി എത്രമാത്രം ഔന്നത്യത്തിലേക്ക് ദൈവം ഉയർത്തിയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ചില ഒരു വിലയുമില്ലാത്ത കാര്യങ്ങളിലും സ്ഥിതിയിലുമാണ് നമ്മുടെ ആഗ്രഹം പോകുന്നത്. वो इजरायली लोग ने जो टकराया भाई लोग, उनसे भी श्रेष्ठ बुलाहट हमें मिला है। ये मेरा विश्वास है भाइयों, वचन के द्वारा, कि पौलुस और यूहन्ना ऐसे 2-4 गिने चुने लोगों को केवल स्वर्ग में खींचना नहीं, हम सब लोग एक दिन रास्ते होकर स्वर्गीय मंडल में चले जाने वाले, उड़ने वाले हैं ना। പൗലോസും യോഹന്നാനും ഇങ്ങനത്തെ ചില ശിഷ്യന്മാരെ മാത്രമല്ല കർത്താവ് സ്വർഗത്തിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ നമ്മൾ ഓരോരുത്തരും അവൻ വരുമ്പോൾ നമ്മളും അവനോടൊപ്പം ചേർക്കപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. हम लोग जो गीत गाते, सियोन मेरा देश हमारा देश, रहते हम परदेश। वो गया गाना लिखने वाला कहता है, मैं रहता हूं परदेश, रहता है परदेश। जब भूमि पर शरीर उसका है, वो आत्मा में वो उधर है। ആ ഒരു പാട്ട് നമ്മൾ ഹിന്ദിയിൽ പാടുന്നുണ്ട്, സിയോൻ എന്റെ ദേശമാണ്, ഞാൻ അവിടുത്തെ ഒരു സിറ്റിസനാണ്, അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി, ആ പാട്ട് എഴുതുന്ന വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ഇവിടെയാണ്, എന്നാൽ ഞാൻ എന്റെ വാസം അവിടെയാണ് എന്ന് ആത്മാവിൽ കാണുന്ന ഒരു സഹോദരനാണത്. भाइयों, क्यों आप लोग समझ सकते हैं बात को, कि इजरायली लोगों को भी बुलाया था, इजरायली लोगों को भी परमेश्वर ने आशीषित दिया है, और उनको संसारिक आशीष दिया है प्रभु ने, राज्य वगैरह सब भूमि पर राज्य दिया, आशीष दिया है उनको। लेकिन हम लोग को दया कर क्यों सारे बातें आत्मिक है और स्वर्गीय है, मंदिर भी स्वर्ग में है भाई, क्योंकि हम लोग का बुलाहट स्वर्गीय बुलाहट है। ആമേൻ. നമുക്കറിയാം, ഇസ്രായേലിനെ നമ്മൾ കാണുന്ന അവരെ ദൈവം ശരിക്കും വാസ്തവമായി അനുഗ്രഹിച്ചു. അതിന്റെ മേന്മകളും ഗുണങ്ങളും ഒക്കെയും നമ്മൾ ഇപ്പോഴും ഈ ലോകത്തിൽ കാണുന്നുണ്ട്, ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ സ്വർഗീയ അനുഗ്രഹങ്ങളാലാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലെ ആളുകളാണ്. നമുക്ക് പുതിയ നിയമ വ്യവസ്ഥയുടെ കരാറിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ മുഴുവനും ദൈവം സ്വർഗത്തിലാകുവാൻ ദൈവം ആഗ്രഹിച്ചു. ये सब का प्रकाश जब अंदरूनी आत्मा में, हृदय में अगर परमेश्वर एक बार आप वो झलक दिखाएगा, ये वचन पढ़ते हुए हमें वो प्रकाश को देखना है, जो परमेश्वर चमकाना चाहता है। ये वचन क्यों दिया है? वचन बुद्धि के मंडल में सिर्फ समाने के लिए नहीं, लेकिन ये वचन के पीछे मेरा प्रभु यीशु मसीह का मुख का प्रकाश मेरे हृदय में चमकने के लिए, प्रभु मुझे तू मेरा आत्मिक आंखें खोलो को बोलते हुए हम लोग को वो स्वर्गीय दर्शन दे दो प्रभु, बोलते हुए हमें पढ़ना है ये वचन को। ये गलती इस्राएली लोग ने किया, तो इसलिए आज भी वो लोग वो पुराने नियम पढ़ते वक्त वो मूसा का जो पर्दा जो उनके ऊपर सामने वो पर्दा ढक गया है, और प्रभु का प्रकाश जो चमकना चाहिए था वो चमकने नहीं दे रहा आज भी। എന്നാൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ബുദ്ധിയുടെ മണ്ഡലത്തിൽ വായിക്കാതെ നമ്മൾ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയിൽ കർത്താവിന്റെ ആഗ്രഹപ്രകാരം ഈ വചനത്തിലൂടെ ഈ കർത്താവിനെ തന്നെ കാണാൻ തക്കവണ്ണം, ദൈവത്തിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവ തേജസ്, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്ത് വിളങ്ങുന്നത് കാണുവാൻ തക്കവണ്ണമാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണേണ്ടത്. ഇത് കാണാത്തതാണ് നമ്മൾ കാണുന്ന ഇസ്രായേൽ ജനം ചെയ്ത ഏറ്റവും വലിയ പോരായ്മ. എന്നാൽ നമ്മളും അവരെ പോലെ അല്ല. എന്നാൽ നമ്മൾ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ മുഖ തേജസ് പ്രകാശിക്കുന്ന, ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവ തേജസ് കാണുവാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. हम सबको अंदरूनी आत्मा में मुझे विश्वास है कि मैं जो कह रहा हूं उस बात पर आप सहमत हो। आप सबके हृदय में एक स्वर्ग का प्रकाश आपको मिला है। मतलब मैं स्वर्गीय व्यक्ति हूं, मैं इस भूमि का व्यक्ति नहीं हूं करके एक सत्य आपके हृदय में जरूर मंडराता रहेगा, पवित्र आत्मा अगर आपके अंदर आया है तो। പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നതാണെങ്കിൽ വാസ്തവമായി സഹോദരങ്ങളെ, നമുക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം കാണിച്ചു തരുന്നത് സത്യമാണ്. നമ്മൾ ഈ ലോകക്കാരല്ല എന്നും നമ്മൾ സ്വർഗീയരാണെന്നുമുള്ള ഒരു പ്രകാശം ദൈവം നമുക്ക് തരികയാണ്. भाइयों, मैं कह रहा ये सब जब प्रकाश मेरे तरफ से मुझे चारों तरफ से
मेरे ऊपर बारिश के समय मेरे ऊपर बरसा रहा था, तभी मेरे हृदय में टूट गया कि मैं इस भूमि पर क्या करूं, मैं कितना मैं संसारिक बन गया हूं, कितना मैं फ्लैश में आता हूं, कितना मेरे बुद्धि का मंडल में दुनियादारी की चीजों में मैं फंस रहा हूं। मुझे वो करना पड़ रहा है, ये करना पड़ रहा है, मुझे वो संभालना पड़ रहा है, मुझे ये जवाब देना पड़ रहा है, मेरी इतनी जवाबदारी दुनिया की चीजों। भाई मैं अंदर से बहुत संघर्ष कर रहा हूं, लेकिन ऐसे समय में मेरा प्रभु यीशु मसीह मेरे लिए पिता के दाहिने और मैं इस भूमि पर रहते वक्त एक भक्त का, एक सच्चा सन्यासी का जीवन, एक विजयमान जीवन मैं जी पाऊं, ये उद्देश्य से मेरे लिए वहां पर वो प्रार्थना कर रहा है, नया करार का सेविकाई जो कर रहा है, वो मेरे लिए शक्ति है, वो मेरे लिए बल है, वो मेरा आनंद है। भाइयों, नवा करार और कुछ नहीं है, ये नवा करार का सेविकाई तुम इस भूमि पर रहते वक्त स्वर्ग मंडल की ओर आत्मा में ऊंचा 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 जाते रहने के लिए प्रभु यीशु मसीह ने हमारे लिए वहां पर पिता के दाहिने पर बैठे, क्योंकि वो जाए पाया, अभी हम भी जाए पाना बाकी है। കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ആയിരിക്കുന്നതിന്റെ ആ പുതിയ നിയമ ശുശ്രൂഷയുടെ അടിസ്ഥാനം തന്നെ, പുതിയ നിയമ ശുശ്രൂഷ കർത്താവ് നമുക്ക് വേണ്ടി അവിടെ ചെയ്യുമ്പോൾ തന്നെ ഈ ലോകത്തിൽ പല ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഞാൻ ഇന്നത് ചെയ്യണമല്ലോ എന്നുള്ള സംഘർഷത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുതിയ നിയമ കരാറിന്റെ അടിസ്ഥാനത്തിൽ മഹാപുരോഹിതൻ എന്ന നിലയിൽ കർത്താവ് നമുക്ക് വേണ്ടി യാചിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ആയിരുന്നുകൊണ്ട് ആത്മാവിലൂടെ കർത്താവിന്റെ ഈ മുഖപ്രകാശം കാണാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ, ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുവാൻ വേണ്ടി അവനൊരു ആത്മീയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ് സഹോദരങ്ങളെ। इसलिए भाइयों, मुझे अपने घर पर रहने के लिए नहीं हुआ, मेरे प्रभु यीशु मसीह की संगति मुझे चाहता हूँ। मुझे भाइयों के द्वारा जो मुझे प्रभु यीशु मसीह मिले, वो बोलते परमेश्वर ने मुझ पर चमत्कार किया। मुझे डॉक्टर जो मना करा था पहले, उसने मुझे अनुमति दी कि तुम जा सकते हो, और ऐसा मैं इधर आ पाया चमत्कार रूप से। വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ മീറ്റിങ്ങിന് വരുമെന്ന്. എന്റെ ഡോക്ടർമാർ പോലും എന്നോട് വിസമ്മതിച്ചു, അവർ പറഞ്ഞു പോകാൻ പറ്റില്ല. എന്നാൽ എനിക്ക് എന്റെ സഹോദരങ്ങളോട് കൂടെ ഒപ്പമായിരുന്നുകൊണ്ട് ഈ കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവർ അതിന് അനുവദിച്ചു. हम लोग गए जो कॉन्फ्रेंस में, भाई ने हम लोग को जो मुद्दा लेकर हमें आत्मिक रूप से हमें बढ़ने के लिए जो सहायता दी, वो विषय को मैं वापस याद दिलाना चाहता हूँ। बैंड्रा मीटिंग में जो हमारा लास्ट कॉन्फ्रेंस हुआ था, ये था हमारा विषय। നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബാൻഡ്ര മീറ്റിംഗിൽ നമ്മൾ ചിന്തിച്ച വിഷയമാണ് തേജസ്സിൽ നിന്നും തേജസ് പ്രാപിക്കുന്ന ആ വിഷയം. കർത്താവ് നമ്മുടെ കഴിഞ്ഞ ബാൻഡ്ര മീറ്റിംഗിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. तो हम देख सकते हैं किस तरह एक बालक विश्वास में आने के बाद, कलीसिया वे लोग हैं जिसका दोबारा जन्म हुआ। देखो फर्क समझो, इजरायली लोग प्रतिज्ञा के अनुसार परमेश्वर के कह सकते कि पुत्र है, लेकिन हम लोग आत्मा से और जीवन से और स्वर्ग से पैदा हुए एक जाति है, वो है कलीसिया। जो हम लोग का श्रेष्ठता का हम लोग अंदाजा नहीं कर सकते कि हम लोग का पदवी कितना ऊंचा है कि स्वर्ग राज्य का बेटा बनना। വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ സന്തതികളാണ് ഇസ്രായേൽ, അതിന് യാതൊരു തർക്കവുമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആത്മാവിൽ സ്വർഗത്തിൽ നിന്നും ജനിച്ച ഒരു സ്വർഗീയ മക്കൾ എന്ന നിലയിൽ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. इस्राएल के विषय में मैं ये कहूंगा सारे आदर के साथ कि वे लोग को प्रभु ने चुना था, लेकिन उन्होंने परमेश्वर की जो वाणी को रिजेक्ट किया। എല്ലാ ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, കർത്താവ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു എന്നത് സത്യമാണ്. ഇസ്രായേലിന് കൊടുക്കാനിരുന്ന നന്മകളൊക്കെയും അവരോടുള്ള ബന്ധത്തിലാണ്, സത്യമാണ്. എന്നാൽ അവര് കർത്താവിനെ അവർ ത്യജിച്ചു എന്ന് നമുക്ക് കാണാം. उन्होंने अपने बुलाहट को नहीं समझा, और उसी तरह अगर कलीसिया अपने बुलाहट को नहीं समझे तो मैं बोलता हूं कि हम भी उसी तरह एकदम फ्रेशली हो जाएंगे, संसारिक हो जाएंगे, अन्य जाति लोग से भी बदतर हो जाएंगे हम लोग. ഇസ്രായേൽ ദൈവം അവരെ വിളിച്ചത് അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല, അവർക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ കർത്താവ് അവരെ അനുഗ്രഹങ്ങളിൽ നിന്നും ഒക്കെയും അവരെ മാറ്റി നിർത്തി. അതുപോലെ തന്നെ നമ്മളോടുള്ള ബന്ധത്തിലും ദൈവം നമ്മളെ വിളിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അവരെ പോലെ തന്നെ നമ്മളെ മാറ്റി നിർത്തും. तो हम देखते किस तरह विश्वासी
पहला कदम एक विश्वासी कलीसिया का मंडली का अगर सदस्य बन जाना है तो कोई रास्ता नहीं है, उसको एक ही रास्ता है कि स्वर्ग से वो उसको नया जन्म प्राप्त होना जरूरी है, और शुरुआत हुआ। സഭയുടെ ഒരു അംഗമാകണമെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ആ സഭയുടെ ഒരു അംഗമാകണമെങ്കിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കണം. അവൻ സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു ജനനം സംഭവിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആദ്യത്തെ പടി എന്ന നിലയിൽ ഒരു വീണ്ടും ജനനം എന്ന പടിയിൽ അവൻ പ്രവേശിക്കുന്നത്. आत्मा में प्रभु यीशु मसीह आया तो है, परमेश्वर का राज्य आत्मा में आ चुका है, लेकिन इसका मतलब यह नहीं कि हृदय में आ चुका, हमारे मन में आ चुका, नहीं। हमारा प्रभु यीशु मसीह आत्मा में आया ताकि अभी जितने भी अंधकार और नकारात्मक की बातें थी, आदम से जो हमें जीवन मिला था, आदम से जो खराब जीवन मिला था, वो चेस आउट करने के लिए, उसे निकालने के लिए यीशु मसीह हमारे आत्मा में आया है, और वहां से शुरू होता है प्रभु यीशु मसीह का राज्य हर एक विश्वासी के जीवन के अंदर से। और अलग अलग जो हम लोग देखते हैं पड़ाव के द्वारा जैसे सिद्ध होते जाते हैं, हम लोग अंत में हम लोग रूपांतर पाते हुए हम लोग महिमा का, हमारा शरीर भी, हमारा प्राण भी बदलेगा और हमारे शरीर भी पूर्ण रूप से हम लोग बदल जाएंगे। ये है तो वो महिमा में प्राप्त करना, ये प्रभु का बुलाहट है। വീണ്ടും ജനനത്തിലൂടെ हर एक विश्वासी जो पैदा हुआ है वो केवल एक ना सिर्फ एक साधारण बिलीवर न रहे, लेकिन ये महिमा का जो मेन उद्देश्य है उस तट पर पहुंचे, और वो तट भी, उसका कारण भी क्या मैं बताऊंगा। വീണ്ടും ജനനത്തിലൂടെ ഈ ദൈവം മനുഷ്യരാശിയിൽ ആവശ്യപ്പെട്ടത്, വീണ്ടും ജനനത്തിലൂടെ ആത്മാവിൽ കർത്താവിന്റെ സാന്നിധ്യം വന്നു എന്നത് സത്യമാണെങ്കിലും അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം രൂപാന്തരപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും ഈ ഭൂമിയിലെ പല കാര്യങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആത്മാവിൽ വന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ക്രിസ്തു സാന്നിധ്യം, അത് ഒരിക്കലും അവരുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വീണ്ടും ജനിച്ച ഒരു വ്യക്തി അവൻ പടിപടിയായി നീതീകരിക്കപ്പെട്ട് അങ്ങനെ ഓരോ പടികളായി അവൻ എത്തിച്ചേരുന്നത് അവസാനത്തെ പടി അവൻ തേജസ് പ്രാപിക്കുന്ന ഒരു ദിവ്യമായ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്കാണ് അവനെ ദൈവം ചേർക്കുന്നത്. तो आप लोग हर एक जो पड़ाव है, ये पड़ाव के द्वारा हम लोग जय पे जय प्राप्त होने के लिए, हमारे प्राण और शरीर के कामों के ऊपर जय पाने के लिए प्रभु यीशु मसीह हमारे नए करार के अनुसार पिता के दाहिने ओर मध्यस्थी प्रार्थना कर रहा है। क्यों? क्योंकि एक समय में अंधकार का शक्ति इन तीनों क्षेत्र में, आत्मा प्राण शरीर में राज कर रहा था, और यीशु मसीह हमारे वो शैतान के राज्य को नाश करके हमारे आत्मा में आया, और वहां से शुरुआत कर रहा है हमारे प्राण और शरीर को भी कब्जा करने के लिए। ये सेविका आज हमारे प्रभु कर रहा है, और ये सेविका नया करार का सेविका का प्रमाण है, ये उद्देश्य। अगर किसी व्यक्ति के अंदर ये कार्य नहीं हो रहा है, इस विषय में हम लोग आगे नहीं बढ़ रहे हैं, तो आप प्रभु यीशु मसीह को नया करार का सेविका का कार्य आपके अंदर करने के लिए अनुमति नहीं दे रहे। इसीलिए हम लोग इधर सीखने के लिए आए कि भाइयों के द्वारा जो सिद्ध हो गए, किस तरह उन्होंने जय पाया, किस तरह उन्होंने प्रभु के साथ कोऑपरेट किया। जो आने वाले जो अगला सेशन हमारे भाई जेबू लेगा, वो सब बातें के लेकर हम लोग को वो तब तक पहुंचना भाइयों, ये उद्देश्य है। നമുക്ക് സഹോദരങ്ങളെ, വീണ്ടും ജനനം സംഭവിച്ചതിന് ശേഷം നമുക്കൊരു ജയജീവിതം പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ, നമുക്കൊരു ജയജീവിതം വരണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ വന്ന ഈ കർത്താവിന്റെ സാന്നിധ്യം, ഈ കർത്താവ് നമ്മുടെ പ്രാണനെയും നമ്മുടെ ശരീരത്തെയും അവനോട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ നടത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളിലുള്ള ചില തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി ഒരു പ്രക്രിയയിലൂടെ ദൈവം നമ്മളിൽ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാണന്റെ വീണ്ടെടുപ്പിലൂടെ ദൈവം സാധിക്കാനായിട്ട് നമ്മളിൽ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നിടം വരെ നമ്മളിൽ ആ പ്രക്രിയ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. अनेक उदाहरण और प्रभु ने दृष्टांत दिए स्वर्ग राज्य के बारे में, किस तरह परमेश्वर ने हमको उत्साहित किया। स्वर्ग राज्य, इधर मत धन इकट्ठा करो, स्वर्ग में इकट्ठा करो, मन इधर मत रखो, मन उधर रखो। मैं विश्वास करता हूं जब यीशु मसीह चेलों के साथ इस भूमि पर राज कर था, बार बार वो यही कह रहा था कि हम भूमि के नहीं उधर के सोचो। और ये विश्वास वो लोगों के अंदर इतना उन दिनों में आए थे कि वे लोग सब कुछ परमेश्वर के लिए खाली होने के लिए तैयार हो गए, क्योंकि उनको मालूम था ये भूमि केवल थोड़ा टाइम का है,
यहाँ का धन महिमा सब पास होने वाला है। वो महिमा वो राज्य वो हमें देने के लिए हमारा प्रभु आया है। इसलिए मैं हमें यह नहीं वहां का चाहत रखना है, वहां यहाँ का संसार में नहीं, वहां का बुलाहट को मैं अच्छी तरह से पहचान कर मैं योग्य चलन एक भक्ति पूर्वक चलन मैं इस भूमि पर जी सकूं, क्योंकि मैं और उसके लिए वो हमारे लिए महायाजक सम्मान नए करार के अनुसार हमारे लिए मध्यस्थी करने के लिए वहां पर बैठा है। मैं बार बार 50-100 हजार बार बोलने के लिए मैं नहीं शर्माऊंगा, मेरा प्रभु पिता के दाहिने वो बेटा, इसलिए मेरा धैर्य है। मुझे विश्वास है कि जिसने मेरे अंदर शुरू किया वो पूरा भी करेगा। പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തായിരിക്കുന്ന മഹാപുരോഹിതനായ കർത്താവിന്റെ ശുശ്രൂഷയുടെ മേന്മയെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഉള്ളങ്ങളിൽ ഈ കർത്താവ് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉള്ളങ്ങളിൽ വന്നത് നമുക്കൊരു രൂപാന്തരം വരുത്തി നമുക്കൊരു ജയജീവിതം വരുത്താൻ കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തായിരിക്കുന്നത് ഞാൻ വളരെ ഉറപ്പോടെ പറയട്ടെ, അത് എന്റെ ഒരു ജയജീവിതത്തിന് വേണ്ടിയാണ്. എനിക്കൊരു ആ ഒരു ശുശ്രൂഷ, ഒരു പുതിയ നിയമ ഉടമ്പടിയുടെ ശുശ്രൂഷ കർത്താവ് ചെയ്യുന്നത് ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മൾ മഹത്വം പ്രാപിക്കുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും പുതിയ നിയമ അടിസ്ഥാനത്തിന്റെ കരാറിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതൻ എന്ന നിലയിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ചെയ്യുകയാണ്. I am supposed to close now, and our brother Suresh brother is supposed to preach, but I am requesting brothers who are give me half an hour more and let that brother shift his timing and give him. Sorry brother, please don't mind. Thank you brother. तो हमें नया करार का सेविका के पीछे यीशु मसीह को कितना अधिक कष्ट उठाना पड़ा, उसके बारे में अगर हमें प्रकाशित होगी तो हम लोग को हमारे जो बुलाहट का जानकारी के अनुसार जो योग्य चाल चलन ना चलने का, जो अंदर जो खेदित मन ना होने का, पश्चाताप ना करने का जो मन को लेकर आप अपने आप से घृणित करना शुरू करोगे। आमीन आमीन. नया नियम പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ കർത്താവ് യേശു ക്രിസ്തു നമ്മളിൽ കൊണ്ടുവരുന്നതിന്റെ യാഥാർത്ഥ്യത്തിന്റെ തടസ്സം നമ്മൾ തന്നെ ആണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് മനസ്സിലായാൽ സഹോദരങ്ങളെ നമ്മൾ നമ്മളെ തന്നെ വെറുക്കാൻ തുടങ്ങും. एक सच्चा विश्वासी जिसका आंख प्रभु की ओर रखा है, वो इधर सचमुच वो संघर्ष में जिएगा, इधर उसके अंदर व्याकुलता आएगा, उसके अंदर बेचैनी आएगी, उसका वो समाधान में नहीं रह पाएगा। कौन सा समाधान? सब चलता है, मैं संसार में रहूंगा, पाप करूंगा, धन बनूंगा, सब कुछ करूंगा, ये बोलकर अगर आप रहोगे तो आप शांति नहीं पाओगे। मैं लिख के देता हूं, आपके अंदर संघर्ष रहेगा. ഒരു സത്യവിശ്വാസി ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമാണെന്ന് ആത്മാർത്ഥമായിട്ട് അവന് മനസ്സിലാക്കിയാൽ അവൻ ഈ ലോകത്തിൽ പല കാര്യങ്ങളും പല ധനങ്ങളും നേടുമായിരിക്കാം, പല സന്തോഷങ്ങളും അവൻ വാരിക്കൂട്ടിയേക്കാം, എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ഒരു സമാധാനം അനുഭവിക്കാൻ അവന് പറ്റത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ കർത്താവ് തുടങ്ങി വെച്ച ആ ശുശ്രൂഷ, ആ ആത്മീയ ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അവനത് തടസ്സമാണെന്ന് മനസ്സിലാക്കിയാൽ അവന് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് ആ വിശ്വാസി മാറും. नए नियम का सुसमाचार मेल मिलाप का सुसमाचार है. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അത് മേൽമിലാപ്പ് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. और जो ऑलरेडी मेल मिलाप हो चुका है उसको प्रभु के साथ चेकलिस्ट बार बार चेक करते जाने का मिनिस्ट्री है. इसलिए हम लोग हर एक लॉर्ड्स टेबल मीटिंग में हम लोग वो प्रभु बुक बेच का हम लोग आयोजित करते. हम लोग क्यों मानते? वहां हमारा चेकलिस्ट है कि मैं अपने हृदय को स्वर्ग की ओर, स्वर्ग में बैठा हूं, वो प्रभु वो जो मेरा महायाजक के साथ मैं समाप्ति समाधान में और मेल मिलाप में हूं या नहीं. आमेन. फिर मैं ऐसे कैसे मैं समाधान में हूं अगर नहीं है तो? ആമേൻ. നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നപ്പോൾ സഹോദരങ്ങളെ ഓരോ കർത്തൃമേശയിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ പരിശോധിക്കുന്ന കാര്യം ഇതാണ്. ഞാൻ ഈ കർത്താവുമായിട്ടുള്ള നിരപ്പിന്റെ ശുശ്രൂഷയിൽ ഞാൻ ഒന്നാണോ എന്നതിന്റെ പരിശോധനയാണ് നമ്മൾ ഓരോ കർത്തൃമേശ കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയിൽ നമ്മൾ കർത്താവിനോട് ഒന്നാകുന്നു എന്ന കാര്യത്തിന്റെ ബോധ്യമില്ലായ്മ നമ്മളെ അസമാധാനത്തിൽ നയിക്കുന്നില്ല എങ്കിൽ നമ്മൾ വളരെ പരിതാപകരമായ അവസ്ഥ. नया नियम का श्रेष्ठता देखो बदल, जब पाप में गिरा हुआ व्यक्ति जो नहीं आ सकता था उसके लिए
नए नियम का सेविका का श्रेष्ठता देखो, पापियों को बुला चिल्ला कर आमद को बुला रहा। इसलिए पाप से धोकर शुद्ध पापर लहू से शुद्ध होकर मन को वचन का पानी से शुद्ध होकर आओ मेरे पास। नए नियम के सेविकाएं बिछड़े हुए भाइयों को वापस मेल मिलाप करने का सेविकाएं है। ആമേൻ. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഒരു പാപത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അവന്റെ തല പോലും പൊക്കാതെ ദൈവത്തെ കാണാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിൽ അവനായിരിക്കുമ്പോൾ വീണ്ടും അവനെ ആ നന്മകളിലേക്ക്, സ്വർഗീയ നന്മകളിലേക്കും സന്തോഷത്തിലേക്കും നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു പുതിയ നിയമ ശുശ്രൂഷയാണ് സഹോദരങ്ങളെ അവിടെ കാണുന്നത്. ഇതൊരു യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ്. പിന്മാറ്റത്തിൽ പോയ ഒരു സഹോദരനെ വീണ്ടും നിരപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയാണ്. ये भाई लोगों ने जो ये किया अभी, अगर आप प्रभु का प्रेम का आपने अनुभव किया, प्रभु का सेविकाई का प्रेम अनुभव आपने किया और इसलिए आपने किया, तो आप धन्य हो भाई हो। क्योंकि प्रभु के राज्य में अगर एक पानी भी दिया तो अगर वो प्रतिफल देगा तो आपको इस कारण के लिए भी प्रतिफल है। देखो कितना सेंसिटिव है स्वर्ग। ऐसा लिखा है कि हम भी विश्वासी जब रोते हैं उसके आंसू प्रभु कुप्पी में वहां पर सेव कर रहा है। प्रभु इतना इच्छा है हमारे पास जीवन के विषय में, हमारे रोज खाए के जीवन में, और हम लोग रोज खाए के जीवन में अगर हम लोग दुनियादारी में प्रभु के ऊपर मन नहीं लगा कर दुनिया में रह गए तो मालूम में कितना ठेस पहुंच रहा होगा। उसके लिए भी आज हम लोग क्षमा मांगेंगे। हमारे जाने अनजाने में हमारा प्रभु यीशु मसीह को हम लोगों ने कितना बार हम लोगों ने उसको ठोकरा होगा, कितने बार दुखा होगा। इसके लिए हम लोग क्षमा मांगे भाइयों, क्योंकि मैं भाइयों अगर आप क्षमा नहीं मांगोगे तो आपका हृदय शुद्धिकरण नहीं होगा, और हृदय शुद्धिकरण नहीं होगा तो आप पूर्ण समाधान नहीं पाओगे। पूर्ण समाधान नहीं पाओगे तो आपको एक दिन उसके सामने खड़े रहना है जो महिमा का राजा है, जिसको अगर इस्राएल लोगों ने अगर पहचाना होता तो वे लोग नहीं क्रूस पर चढ़ाते थे। हम लोग पहचानने के बाद भी अगर वही गलती करें तो हमारा और इस्राएली लोग के बीच में क्या फर्क होगा। ആമേൻ. കർത്താവ് ഈ സഹോദരന്മാർ ഇപ്പോൾ അല്പം കസേര ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അവർ ചെയ്ത ശുശ്രൂഷയുടെ ആ വലുപ്പം അവർ ആത്മാവിൽ മനസ്സിലാക്കിയാൽ അവർ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ കാണുന്നത് എന്റെ നാമത്തിൽ നിങ്ങളൊരു വെള്ളം പോലും ഒരു സഹോദരന് കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ, ഇത്ര ശ്രേഷ്ഠനായ കർത്താവിനെ, ഇത്ര മഹത്വപൂർണനായ ഈ കർത്താവിന്റെ ശുശ്രൂഷയെ നമ്മൾ ആത്മാവിൽ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ പോരായ്മകൾ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിന് തടസ്സമായ ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ അസമാധാനത്തിലായിരിക്കുന്ന നമുക്ക് വിശ്വാസത്തിലൂടെ ഈ കർത്താവിന്റെ നന്മകളെ പ്രാപിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കും. മാത്രമല്ല ഈ പരിശുദ്ധനായ കർത്താവ് മഹാപുരോഹിതൻ എന്ന നിലയിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ കാണുന്നു ഈ യഹൂദന്മാർ പോലും അവർ എന്താ ചെയ്തേ, ഈ തേജസ്സിന്റെ കർത്താവിനെ അവർ ശരിക്കും കണ്ടിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ക്രൂശിക്കയില്ലായിരുന്നു. ഇതറിഞ്ഞതിന് ശേഷവും നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര പരിതാപകരമായ അവസ്ഥയിലാണ്. मुझे बताओ आप लोग सहमत है तो हाँ बोलो सब लोग। आदम को मिलने के लिए परमेश्वर आया था या आदम मिलने गया परमेश्वर को? ആദമാണോ ദൈവത്തെ കാണാൻ പോയത്, അത് ദൈവമാണോ ആദാമിനെ കാണാൻ വന്നത്? आमीन। एबेल और कैन के जब अवस्था अब जानते कौन आया उधर? ആബേലിന്റെ കായിന്റെ അവസ്ഥയും നമുക്കറിയാം. ആരാണ് അവിടെ ആദ്യം വരുന്നത്? अब्राहम जब मूर्ति पूजा कर रहा था कौन आया उसके पास पहला? അബ്രഹാം വിഗ്രഹാരാധിയായ അബ്രഹാമിന്റെ അടുക്കൽ ആദ്യം ആരാണ് വന്നത്? हयो परमेश्वर को हमारे साथ इतना अच्छा लगता है। इसकी जरूरत है क्या? प्रभु को जरूरत है क्या? ഈ ദൈവത്തിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ സഹോദരങ്ങളെ? ദൈവം ഈ മനുഷ്യരോട് സംസാരിക്കുവാൻ, അവരോട് അടുത്തു വരുവാൻ, അവരോട് കൂട്ടായ്മ ചെയ്യുവാൻ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു. परमेश्वर उसकी कोई जरूरत नहीं, वो सर्व संतृप्त व्यक्ति है, वो उसको जरूरत नहीं है। ഇത്ര സർവ്വസംതൃപ്തിയുള്ള, സ്വയം സംതൃപ്തിയുള്ള മഹാനായ ദൈവത്തിന് ഇതിന്റെ ഒരു ആവശ്യമില്ല സഹോദരങ്ങളെ. എന്നാലും അവൻ സംസാരിക്കാൻ നമ്മളോട് അടുത്ത് വരികയാണ്. लेकिन मनुष्य सांसारिक छोटा मोटा सांसारिक सुख का आनंद उठाए, बस उतने ही लेवल तक नहीं। ये मेरी इच्छा कि वो मेरा प्रेम का जाने, मेरा दया और मेरा शांति, मेरा खुशी, मेरा मिराज, मैं जो उसे देना चाहता हूं, मेरा उनके लिए जो प्रति प्रेम है वो जाने ये अवश्य है।
वो जानना चाहिए, ये परमेश्वर के मन में आ कि तुम जानना चाहिए मेरा प्रेम क्या है। Amen. उसका एंजॉयमेंट तुमको मिलना चाहिए। ये परमेश्वर के हृदय में आया। हम लोग बुद्धिहीन लोग हैं, हम लोग प्रभु को नहीं चुनेंगे। आमेन। हम लोग को दुनिया की चीजों का एंटरटेनमेंट ज्यादा आकर्षित लगता है, लेकिन जिसने प्रभु का वो प्रकाश झलक देख लिया, वो व्यक्ति जैसे इस्राएली उससे मूसा अलग था, उस प्रकार का विभाजन होगा हमारे बीच में भी। अगर आप लोग ये बात को समझे तो अच्छा होगा। ആമേൻ. അല്പസമയത്തേക്ക് ഉള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ നന്മകളും ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര വലിയ സന്തോഷത്തെയും സ്നേഹത്തെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുഴുവനുമായിട്ട് നമ്മളിൽ നിന്നും തുച്ഛീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകുകയാണ്. കാരണം കർത്താവ് വീണ്ടും നമ്മളോട് സംസാരിക്കുന്നു, വീണ്ടും നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ഞാൻ ഇത്രത്തോളം എന്നോട് അടുപ്പിക്കുവാനും സ്നേഹിക്കുവാനും ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നൊക്കെയും പറയുമ്പോഴും നമ്മുടെ അവസ്ഥ ഇപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളാൽ നമ്മൾ ബന്ധപ്പെട്ടും നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. हम लोग यहाँ पर कोई नया तरह का लेक्चर सुनने के लिए नहीं आए भाइयों, हम लोग ये प्रभु का आनंद में एक होने के लिए। നമ്മൾ പുതിയ നിയമ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ വ്യവസ്ഥയുടെ എന്തെങ്കിലും ലെക്ചർ കേൾക്കാനോ ഇവിടെ അല്ല വന്നിരിക്കുന്നത്, എന്നാൽ അതിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനാണ്. इसलिए इधर जो भी भाई आए वो इधर कृपया करके लेक्चर ना दे, लेकिन प्रभु का प्रकाश, स्वर्ग का बुलाहट का आनंद अगर आपने अनुभव किया तो वो आकर इधर बात करे। നമ്മൾ ഇവിടെ വരുന്ന സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിക്കാൻ വരരുത്, എന്നാൽ കർത്താവിന്റെ തേജസ്സിന്റെ ആ മഹത്വം അവർ മറ്റ് സഹോദരങ്ങളിലേക്ക് പകരുവാൻ ആത്മാവിൽ അവർക്ക് കഴിഞ്ഞാൽ അത് ആ സന്തോഷം ഷെയർ ചെയ്യാനായിരിക്കണം അവരോട്. मैं जानता हूं कि मेरे बीच में इतने भाई लोग हैं जो ये अनुभव कर रहे, और आनंद को, समाधान को अनुभव कर रहे, और वो उनका संगति में मिस नहीं करना चाहता हूं। मैं रो पड़ा जब मुझे डॉक्टर ने बोला तुम नहीं जा सकते, मैं रो पड़ा, लॉर्ड मुझे तू चाहिए, मुझे मीटिंग नहीं मिला तभी, मुझे तू चाहिए बस बोलकर जब मैं आपको नाम रखा, लॉर्ड ने मेरे लिए मीटिंग के लिए रास्ता बनाया। ഞാൻ വളരെയധികം കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും അപേക്ഷയാകുകയും ഞാൻ ചെയ്തു. കർത്താവെ, എനിക്ക് മീറ്റിംഗിന് സംബന്ധിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കർത്താവെ നിന്നെ ആസ്വദിക്കണം, നിന്നെ എനിക്ക് അധികമായി അറിയണം, അല്ലെങ്കിൽ ഈ കർത്താവെ നിന്റെ സന്തോഷത്തിന്റെ പരിപൂർണതയിൽ നീ എന്നെ എത്തിക്കണമേ എന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നു. എന്നാൽ ഈ കർത്താവ് എന്നെ നമ്മുടെ സമാധാനം അനുഭവിക്കുന്ന ഈ പുതിയ നിയമ ശുശ്രൂഷയുടെ ഈ സന്തോഷം അനുഭവിക്കുന്ന ഈ സഹോദരന്മാരോട് ഒത്തൊരുമിച്ച് വരുവാൻ, അവരോട് കൂടെ കൂട്ടായ്മ ചെയ്യുവാൻ ഡോക്ടർ എന്നെ അനുവദിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. स्वर्ग में जाने के बाद एक व्यक्ति को मैं मिलना चाहता हूँ, वो है वो विधवा स्त्री जो उसने प्रभु का उस प्रेम में सब कुछ उसने अपने आप को खो दिया, उसका सब कुछ उसने खा ली कि हम जानते हैं। और वो कैसे कर पाई वो बात को, उसका पैसा चले जाएगा, वो असमाधान का उसको फिक्र नहीं था, क्योंकि उससे भी बड़ा समाधान उसके हृदय में था। ये भाई हम लोग प्रभु चाहते कि हम लोग श्रेष्ठ समाधान, श्रेष्ठ आनंद, श्रेष्ठ खुशी, वो बातों का अनुभव करें। हम लोग संसार की चीजें, शैतान झूठ बोल रहा है, इज अ डिसीवर, वो झूठ बोल रहा है। संसार की कुछ चीजें हमें दिल जाकर विश्वासी लोग को भटका रहा है, विश्वासी लोग को वो उल्लू बना रहा है। ആമേൻ. ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത് ആ വിധവയായ സ്ത്രീയെ കാണാനാ. കാരണം തന്റെ രണ്ട് അണ അത് ഇട്ടപ്പോഴും തനിക്ക് എന്ത് നഷ്ടപ്പെടുന്നു എന്നതിനല്ല തന്റെ വിഷയം പോയത്, എന്നാൽ എനിക്ക് പകരമായി ദൈവം എന്ത് നന്മയും അനുഗ്രഹങ്ങളുമാണ് വെച്ചിരിക്കുന്നത് എന്നതിന്റെ സന്തോഷ പരിപൂർണതയിലാണ് ആ സഹോദരി എത്തിയത്. मैं और ब्रदर पी से एक बार शेयर कर रहे थे कि हमने जो आनंद महसूस किया किसको वर्णन कर सकते हैं, लेकिन उसके बाद जब मैंने ये कहा तो मेरा भाई ने बोला कि हम लोग स्वर्ग में जाने के बाद ये तो कुछ भी नहीं है, ये समुद्र का एक ड्रॉप भी नहीं है। हम लोग का बुद्धि इतना विकसित होगा कि इसका आनंद, प्रभु का जो प्रेम और आनंद का अनुभव करने के लिए हम लोग कैपेसिटी नहीं है। अभी तो हमने जाना नहीं है, अभी जब जाएंगे तब उसकी परिपूर्णता क्या होगा उसका अनुभव हम लोग करने वाले भाइयों। अभी तो हमने छोटा सा टिप ऑफ द आइसबर्ग भी नहीं एंजॉय किया है उस प्रेम का, उस आनंद का भाइयों, क्योंकि हम लोग लिमिटेड है।
ഞാൻ ദേവദാസനോട് ഇങ്ങനെ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, എങ്ങനെയാ സഹോദര നമുക്ക് ഈ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയുക എന്നൊക്കെയും ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. നമ്മൾ ഇപ്പോൾ സന്തോഷിക്കുന്നത്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് സമുദ്രത്തിന്റെ ഒരു തുള്ളി വെള്ളം മാത്രമാണ്. എന്നാൽ ഇതിന്റെ ആഴമായ സന്തോഷം നമ്മൾ സ്വർഗത്തിലെത്തി നമ്മളത് അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ പ്രാപ്തി പോലും നമുക്കില്ല. അത്ര വലുതും അത്ര വ്യാപ്തിയേറിയതുമായ ഒരു സന്തോഷാനുഭവങ്ങളിലേക്ക് നമ്മുടെ ദൈവം കൊണ്ടെത്തിക്കുന്നു. ये समुद्र और कुछ नहीं भाइयों, मेरे प्रभु यीशु मसीह के आंसू है, जो इतने करोड़ों साल से वो सनातन से वो हमारे लिए प्रार्थना कर रहा है, सनातन से वो हमारे लिए उसने इच्छा रखा कि मैं जब हम कलीसिया उसके संग रहे, उसके आंसू इकट्ठा होकर हम जहाँ देख सकते हैं स्वर्ग राज्य में उसके सिंहासन के सामने वो समुद्र है, उसके आंसू है। वो प्रभु कुछ भी ऐसे शोपीस के लिए नहीं बनाया, वो आंसू उस प्रमाण में था कि मैंने कलीसिया को मेरे साथ बिठाने के लिए मैंने उनसे कितना प्रेम किया। ഞാൻ ഈ സഭേനെ എന്റെ അടുക്കൽ ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ വളരെയധികം പൂർണ്ണമായി എന്റെ കണ്ണീർ ഒഴുക്കിയത് കർത്താവിന്റെ കണ്ണീർ ഒരു സമുദ്രം എന്ന നിലയിൽ നമ്മൾ സ്വർഗത്തിൽ കാണാൻ പോവുകയാണ്. കാരണം എന്താ? കാരണം ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും ആയിരിക്കണമെന്ന് ഉള്ള ദൈവത്തിന്റെ ആഗ്രഹം അത് കർത്താവിന് കണ്ണീരിലൂടെ കർത്താവ് കാണിക്കുകയായിരുന്നു. ये बात अगर प्रकाश से अगर रूप में मिले, मेरे शब्दों को नहीं, आप पवित्र आत्मा के शब्दों को सुनो। क्या है कहने वाले शब्द क्या प्रभु की आत्मा का नहीं है? आप पूछो, आप जानते हो ये बात। अगर ये बात सत्य है भाइयों मुझे बताओ, अगर ये सत्य नहीं है तो ज़ाकियस क्यों पैसा लुटा दिया अपने सब कुछ? अगर स्वर्गीय आनंद सचमुच श्रेष्ठ नहीं है तो സക്കായി എന്തുകൊണ്ടാണ് തനിക്കുള്ള എല്ലാ കാര്യങ്ങളും തന്റെ ധനമൊക്കെയും താൻ വിതരണം ചെയ്തപ്പോൾ താൻ 4 മടങ്ങായി വിതരണം ചെയ്തതിന്റെ കാര്യം എന്താണ്? കാരണം ഇത്ര വലിയ നന്മകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും താൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊരിക്കലും താൻ ചെയ്യുകയില്ലായിരുന്നു. और ये सब कुछ उस यीशु मसीह ने अपना ये इतना श्रेष्ठ पदवी, ये महिमा का जो पदवी वो उसने सब कुछ शून्य कर दिया, खाली कर दिया, हमें महिमा देने के लिए वो खाली कर दिया। आप सोचो जरा इस बात का गंभीरता को, और वही बुलाहट को हम लोग कितना लाइटली लेते हैं। उसके लिए पश्चाताप करना जरूरी है। നമ്മുടെ ഈ വിളിയുടെ ശ്രേഷ്ഠത നമ്മളിന്ന് മനസ്സിലാക്കിയാൽ ദൈവം തന്നെ, കർത്താവ് തന്നെ, അവൻ സ്വർഗത്തിലായിരുന്ന എല്ലാ മഹത്വവും എല്ലാ സുഖങ്ങളും വെടിഞ്ഞിട്ട് അവൻ ഈ ലോകത്തിൽ വരുമ്പോൾ നമ്മൾ നന്മയും അനുഗ്രഹത്താലും നിറയണമെന്നുള്ള ദൈവാഗ്രഹത്തിന്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ പശ്ചാത്തപിക്കാൻ സമയം അതിക്രമിച്ചു. इस 5 महीने में मेरा इस दुख, ये पैरने का जो दुख है ना, उससे कितना अधिक दुख मेरा हाथिक पैर, मेरा पैर, मेरे चाल चलन, क्यों मैं प्रभु की और स्वर्गीय बुलाहट के अनुसार योग्य चाल चलन नहीं चल पाया। अलग अलग परिस्थितियों में, अलग अलग अवस्था में वो सोचते हुए मैं एक पाप में अंगीकार करते हुए मेरे प्रभु के पैरों तले में जब रो पड़ा, तब उसने अपना प्रेम उससे मुझे मेरे हृदय में भरा और उसने मुझे दिखाया वो समुद्र को। वो समुद्र उसके आंसू थे और वो आज मैं उसका प्रतिफल हूँ उस आंसू का। ഈ കാൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോൾ ഈ കാലില്ലാത്തതിന്റെ ഒരു വിഷമം ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ അധികമായി ഞാൻ മനസ്സിലാക്കിയത് എന്റെ ആത്മീയ കാലുകൾ കൊണ്ട് ഞാൻ കർത്താവിനെ എത്രമാത്രം ശുശ്രൂഷിക്കാൻ പ്രാപ്തനായിരുന്നു. എന്നാൽ അതിന്റെ ഒക്കെയും പോരായ്മകൾ കർത്താവിന്റെ ആത്മാവ് എന്നെ കാണിച്ചു തന്നപ്പോൾ ഓരോ പാപങ്ങളും ഈ 5 മാസത്തിന്റെ കാലയളവിൽ എനിക്ക് ക്ഷമിക്കുവാനും കർത്താവെ നിന്റെ മുൻപിൽ ഞാൻ വീഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പാദപീഠത്തിലായിരിക്കുവാൻ എനിക്ക് കർത്താവ് അവസരം തന്നു. हमारा मंद बुद्धि को हम लोग पश्चाताप करें। मंद बुद्धि है प्रभु आदम पुराने मनुष्य का जो, और हमारे बीच में मेरे बाजू वाले और मेरे बीच में कोई फर्क नहीं। वो नरक में जाने वाले और मुझे सुसमाचार बोलने के लिए मेरे पास धैर्य नहीं, क्योंकि मैं सुसमाचार बोलने लायक मेरा गवाह अभी तक बना नहीं है। तू कौन सा यीशु मसीह के बारे में प्रचार कर रहा है? मेरा महायाजक का पिता प्रभु का जो का सेविका का मैं वैल्यूलेस कर रहा हूँ। അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി उसके लिए पश्चाताप करना जरूरी है।
അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നരകത്തിൽ പോകുന്നതിൽ നമുക്ക് അതിലൊരു ദുഃഖമില്ലാത്തത് കാരണം ഈ നമ്മൾ സേവിക്കുന്ന നമ്മുടെ ഈ കർത്താവിന്റെ മേന്മയും ശുശ്രൂഷയുടെയും വലുപ്പം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റൊരു സഹോദരനെ കുറിച്ചും നമുക്കൊരു വിചാരം വരാത്തത്. अभी अधिक समय नहीं रह गया भाइयों, अभी मुझे 5 महीना मिला, मैं प्रभु को धन्यवाद दे रहा हूँ. अगर ऐसा ये आशीर्वाद बन गया मेरे लिए. अब लॉर्ड आप लोग का पैर तोड़ने के लिए कारण मत बनो भाई लोग, अपना मंदबुद्धि पे कंटिन्यू ना करो, आप लोग प्रभु में आओ. धन्यवाद करता हूँ भाई सुनील, बहुत अधिक प्रार्थना के वो नए कलर का प्रार्थना का सेविका को पल ये भटक गया था हमारे भाई बीच में सुनील, लेकिन प्रभु ने से लाया. मैं प्रभु को धन्यवाद दे रहा हूँ. और क्या कर सकते हैं, मेरे और उस भाई में कोई फर्क नहीं है. मैं भी किसी का सेविका की वजह से मैं आया हूँ, वो भी किसी भाई नए तरह का सेविका का प्रतिबल से आ पाया. कितने लोगों को हमें छुटकारा देना बाकी है. हम लोग निरंतर प्रार्थना में रहना भाइयों. अभी समय अधिक नहीं है, प्रभु के पास हमारा पैर तोड़कर समझाने के लिए टाइम नहीं है. ഈ 5 മാസത്തിലൂടെ ഈ കാലൊടിഞ്ഞതിന് ശേഷം കർത്താവിന്റെ ഈ എത്ര വലിയ അനുഗ്രഹത്തിലേക്കാണ് ദൈവം എന്നെ വിളിച്ചതിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ വലുപ്പം എനിക്ക് മനസ്സിലായി. നമ്മൾ ഓരോരുത്തരും, നമുക്ക് സമയമില്ല സഹോദരങ്ങളെ, നമ്മുടെ കാലൊടിഞ്ഞ് നമ്മൾ 5 മാസവും 3 മാസവും നമ്മൾ ആയിരുന്നുകൊണ്ട് കർത്താവിന്റെ ഈ നന്മയെ അറിയാനുള്ള സമയം നമുക്കില്ല. അതിനു മുൻപേ തന്നെ നമുക്ക് പ്രാർത്ഥനയുടെ ശുശ്രൂഷയിലേക്ക് നമ്മൾ അടുക്കണം. കാരണം ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, ഈ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ മറ്റു സഹോദരങ്ങൾക്ക് വേണ്ടി पुरोहितന്മാർ എന്ന നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. मैं सोचा इस ग्लोरिफिकेशन हमारा एकदम अल्टीमेट हमारा गोल है, लेकिन बाद में पता चला कि ये ग्लोरिफिकेशन लॉर्ड क्यों चाहता है देने के लिए. जो परमेश्वर प्रभु खुद ग्लोरिफिकेशन त्याग दिया, वो क्यों चाहते कि हम लोग ग्लोरिफिकेशन में रहे. मेरे अंदर सवाल है, मेरे प्रभु तू क्या चाहता है. तू तो नम्र व्यक्ति है, तू तो ग्लोरिफिकेशन त्यागने वाला व्यक्ति है. तूने जब लोग तुझे महिमा दे रहे थे तू भाग जाता था. हम साइन करे, साइन मारे, इसके लिए ग्लोरिफिकेशन हमें दे रहा है नहीं. ग्लोरिफिकेशन देने के पीछे उद्देश्य क्या है, ताकि मैं उनको महिमा, जो तूने मुझे महिमा दिया मैंने उनको दिया. क्यों, ताकि वो मेरे संग रह सके. अगर वो महिमा नहीं प्राप्त करोगे आप उसके संग नहीं बैठ पाओगे क्योंकि आप जल के राख हो जाओगे. ഈ മഹത്വം പ്രാപിക്കാൻ वो हमारे बनने के लिए महिमा प्राप्त करना चाहता है, ये उसका इच्छा है. ആമേൻ. ഈ നമ്മൾ മഹത്വം പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും അധികം ആവശ്യം കർത്താവിൻ്റെതാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മഹത്വം, ഈ തേജസ്, അവസാനത്തെ പടിയായ തേജസ് ആണോ ഏറ്റവും അവസാനത്തെ അൾട്ടിമേറ്റ് ആയ ഒരു ലക്ഷ്യം, അതാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ ആത്മാവിൽ മനസ്സിലാക്കിയത്, ഈ മഹത്വം, ഈ തേജസ് കർത്താവ് പോലും താൻ അല്പസമയത്തേക്ക് ഒഴിച്ചു വെച്ച് നമുക്ക് വേണ്ടി മനുഷ്യനായി നമുക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചപ്പോൾ ഈ മഹത്വം നമുക്ക് വേണ്ടി തരാൻ വേണ്ടി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ നമുക്ക് മഹത്വം തരുന്നത് മാത്രമല്ല, എന്നാൽ ഈ മഹത്വം തന്ന് അവനോടൊപ്പം നമ്മളെ ഇരുത്തുക എന്നുള്ള വലിയ ഉദ്ദേശം അവനുണ്ടായിരുന്നു. इतने जो एस्ट्रोनॉमर्स जो जा रहे हैं अलग अलग प्लेनेट का उन लोग खोज करने के जा रहे हैं, उनको बोलो सूर्य के नजदीक जाने के लिए जाएंगे नहीं जाएंगे ना. ഈ ഗവേഷണം ചെയ്യുന്ന, സൗരയൂഥത്തിൽ ഗവേഷണം ചെയ്യുന്ന ആൾക്കാര് അവർ ഓരോ കാര്യങ്ങൾ റീസർച്ച് ചെയ്യാനായിട്ട് അവർ പോകുമ്പോൾ അവരോടൊന്ന് നമ്മൾ പറയുക, നിങ്ങൾ സൂര്യന്റെ അടുത്തൊന്ന് പോവോ എന്ന് പറഞ്ഞാൽ അവർ പോകുമോ? लेकिन हम लोग को बुला देते हैं. सूर्य का 1000 गुना तेजस और महिमा के नजदीक बैठने के लिए मेरा बुलाहट है. मुझे आपका नहीं मालूम, मुझे मालूम मेरा बुलाहट वो है. എന്നാൽ നമ്മുടെ വിളിയുടെ മേന്മ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. സൂര്യനേക്കാൾ 1000 മടങ്ങ് പ്രകാശിക്കുന്ന തേജസ്സും മഹത്വവും നമുക്ക് കിട്ടാൻ പോവുകയാണ്. അത്രയും വലിയ മഹത്വം കിട്ടുവാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ചു. ആ അത്ര ശ്രേഷ്ഠമായ ഒരു വിളിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. तो हम लोग को महिमा क्यों प्राप्त करना, ताकि जहां पर यीशु मसीह है वहां पर हम लोग उसके संग बैठ सके. ആമേൻ. നമ്മൾ എന്തിനാണ് മഹത്വം പ്രാപിക്കുന്നത്? കാരണം എവിടെയാണ് കർത്താവ് ആയിരിക്കുന്നത് ആ കർത്താവിന്റെ അടുത്ത് നമ്മളായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ. Praise the Lord. ആമേൻ. इसके विषय में और अधिक आप लोग भाई लोग अगर आगे शेयर करें, और कुछ मत शेयर करो आप लोग. നമ്മൾ प्रभु की इच्छा हो उसकी ओर हम लोग आगे बढ़े ना. നമ്മൾ എന്താണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സഹോദരന്മാരായി നമുക്ക് ഷെയർ ചെയ്യാം. 1 മണിയല്ലേ ലഞ്ച്? 1 മണിയാ? 1 മണി 5 മിനിറ്റ് ആയിരുന്നാ? ഞാൻ ഇതിനു മുന്നേ വിചാരിച്ചത് കവനന്റ് പല
ദൈവത്തിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ പ്രാവശ്യം കർത്താവാണ് വരുന്നത് മനുഷ്യന്മാര് അകൽച്ച പോകുമ്പോൾ. हम अगर सोचे तो ये वाचा के विषय में हम सोचे तो हमेशा हर एक बार जब भी मनुष्य दूर हो जाता है तभी प्रभु है वो व्यक्ति जो ये मनुष्य के पास नजदीक आता है। तो ये जो सनातन से जो परमेश्वर ने हमारे लिए रखा था, ये सनातन से प्रभु करोड़ों साल से वेट कर रहे हैं ये पल के लिए कि हम लोग महिमा प्राप्त करके उसके संग रहे। अब हम करोड़ों साल वेट किया प्रभु ने, क्योंकि ये भूमि कम से कम कुछ 100 करोड़ साल के 100 करोड़ साल के विश्वास कर सकते हैं। आदम की बात नहीं कर रहा हूं, आदम तो केवल 6000 साल पहले आया हुआ है। इतने करोड़ों करोड़ों वर्ष से प्रभु वेट कर रहा है। अगर हम कहें कि वो संतृप्ति वाला व्यक्ति नहीं है तो ये बहुत बड़ा झूठ होगा। लेकिन मैं ये धैर्य से कह पाऊंगा कि परमेश्वर के अंदर डिजायर है क्या? यस, डिजायर है। കോടാനുകൂടി വർഷം മുൻപേ തന്നെ ഈ കർത്താവിന്റെ ആഗ്രഹം എന്താണ്? ഈ കർത്താവിന്റെ ആഗ്രഹം നമ്മൾ അവനോട് ഒന്നായിരിക്കണം എന്നുള്ള ഈ കർത്താവിന്റെ ആഗ്രഹം എത്ര വലുതയും വിലയേറിയതാണ്. മനുഷ്യന്റെ ചരിത്രം വെറും 6000 വർഷത്തിന്റെ ചരിത്രം മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ കോടാനുകൂടി വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈവത്തിന്റെ ആഗ്രഹം അതെത്ര വാസ്തവമാണ്, അതെത്ര ജീവിക്കുന്നതാണ്. भाइयों, हमारा समय बहुत नजदीक आ गया है। मुझे भाई इनकरेज कर रहे थे कि नहीं आए तो बेटा कोई प्रॉब्लम नहीं है, अगले बार मीटिंग है ना। मैं अच्छी तरह से हृदय में मेरा अंदर यही एक गूंज है कि मैं नहीं जानता हूँ कि अगला कॉन्फ्रेंस रहेगा कि नहीं, या मैं रहूँगा कि नहीं। मुझे इस कॉन्फ्रेंस का लाभ उठाना है। बोलते हुए प्रभु का मैं चरणों में मेरा विनती रिक्वेस्ट कर रहा, तो प्रभु ने मेरे लिए अद्भुत रीति से मेरे पैर में चंगाई लाया। एक अंधकार की शक्ति जो मेरे को पकड़ रही थी, मैंने उससे रिलीज हो गया और मैं पाया देखा। और बार मुझे रुकावट आ रही थी कि मैं मीटिंग में ना हो, मुझे रिलीज मिला। हम लोग को शैतान नहीं चाहते कि हम लोग प्रभु का सच्चा दिल हृदय का वो वाणी को हम लोग सुन पाए। शैतान तो डिसीवर है, शैतान डिसीवर है। आप लोग इधर सुंदर सुंदर मैसेज सुनने के लिए नहीं है, प्रभु का इच्छा जानने के लिए आए। इसके लिए यीशु मसीह रात दिन हमारे लिए महायाजक का सेविका कर रहा है, वो प्रार्थना कर रहा है हमारे लिए। प्रेज द लॉर्ड, कि हम उसके संग एक हो जाए, हम उसके संग एक हो जाए। आमेन। इससे बड़ा सत्य है क्या? आमेन। Praise the Lord. Amen. ഞാനിവിടെ വന്നപ്പോൾ തന്നെ, ഞാനിവിടെ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ സഹോദരങ്ങളോട് ചോദിച്ചപ്പോൾ സഹോദരങ്ങൾ പറയുകയായിരുന്നു അടുത്ത കോൺഫറൻസിൽ നമുക്ക് വരാം എന്നൊക്കെയും അവർ പറയുമ്പോൾ എന്റെ ഉള്ളങ്ങളിൽ കത്തുകയായിരുന്നു, അടുത്ത കോൺഫറൻസ് ഒരു പക്ഷെ ഉണ്ടാവുമോ എന്ന് പോലും അറിയത്തില്ല. എനിക്ക് ഈ കോൺഫറൻസിൽ തന്നെ എന്റെ സഹോദരന്മാരോടൊപ്പം എനിക്ക് സന്തോഷം പങ്കിടണം എന്നുള്ള എന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം വളരെയധികം ഉയർന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അന്ധകാരത്തിന്റെ ശക്തികൾ മുഴുവനും മാറിപ്പോവുകയും എന്റെ അത്ഭുതകരമായി എന്റെ കാലില് ഒരു ചെറിയ സൗഖ്യം വരികയും എനിക്ക് ഈ മീറ്റിംഗിൽ വരാനൊക്കെയും ദൈവം ഇടയാക്കിയതിന്റെ ഒക്കെ ശ്രേഷ്ഠത എനിക്ക് മനസ്സിലായപ്പോൾ, കാരണം മഹാപുരോഹിതൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ നമ്മൾ അവനുമായി ഒന്നാകണം എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിയാകാനാണ്. इससे बड़ा सत्य नहीं है भाइयों। ഇതിനേക്കാൾ വലിയൊരു സത്യം देखो, इतना सृष्टि ब्रह्मांड कॉस्मोस बना, एक ही इच्छा, मैं बनाया आदम मेरे साथ रहे, उस उद्देश्य से बनाया था उसको, लेकिन आदम ने नष्ट कर दिया पोजीशन को। ഇത്ര മഹാനായ ദൈവം ഈ ആകാശത്തെയും വിധാനങ്ങളെയും ഈ സ്വർഗത്തിലെ സകല ചരാചരങ്ങളെയും ഈ ഭൂമിയിലെ ഇത്ര വലിപ്പമുള്ള ഈ ബ്രഹ്മാണ്ടത്തെ ഒക്കെയും സൃഷ്ടിച്ചപ്പോൾ ഈ ആദമിനെ സൃഷ്ടിക്കാൻ ഈ ആദം അവനോടൊപ്പം ദൈവത്തോടൊപ്പം ഒന്നാകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്രയും ദൈവം സൃഷ്ടിച്ചത്. मेरा यहाँ पर मैं फाउंडेशन सिर्फ डालो, मुझे अभी रियल चैप्टर्स अभी खोलना है, वो कभी मिलेगा मालूम नहीं मौका, लेकिन क्योंकि मैं इसे वन मैन शो नहीं बनना चाहता हूँ। मेरा भाई लोग को भी प्रभु का आत्मा अगर बात करे तो वे लोग बात करे, लेकिन मैं ये बोलकर अंत करना चाहता हूँ, आज जितने बार प्रभु अगर हम लोग बाइबल खोलकर देखेंगे ना, प्रभु का उद्देश्य एक ही है कि मनुष्य और वो एक रहे। നമ്മള് ഈ ഞാനിവിടെ വൺ മാൻ ഷോയോ അല്ലെങ്കിൽ ഞാൻ മാത്രമേ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മറ്റു സഹോദരന്മാരൊക്കെയും അവർ സംസാരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ പോലും നമ്മള് ബൈബിൾ തുറന്ന് നമ്മൾ നോക്കിയാൽ വായിച്ചാൽ ദൈവത്തിന്റെ ഹൃദയാഗ്രഹവും ഉദ്ദേശവും ഇത്രയും ഉള്ളൂ, നമ്മൾ അവനുമായി ഒന്നാകണം. ഈ കർത്താവ് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മളും ആയിരിക്കണം എന്നുള്ള കർത്താവിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നാകണം. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നാവാം.
इधर नष्टपट हुए, हम लोग लॉस किया था ये ग्लोरिफिकेशन जिस उद्देश्य से बना। इसीलिए ऐसा लिखा है कि सर सब मनुष्य आपके और प्रभु का महिमा खो बैठे। ये महिमा खो बैठना एक बहुत बड़ा बाधक है, क्योंकि उसके बिना प्रभु और हम संगति कर ही नहीं सकते, एक लेवल पे नहीं आ सकते। एक लेवल पे अगर आना है तो तुम्हें मेरे लेवल पे आना पड़ेगा, और मेरे लेवल पे आना पड़ेगा तो मेरे जितना महिमा, मेरा टाइप का महिमा तेरे अंदर भी आना है। वो स्वर्गदूतों का टाइप का वो महिमा नहीं, मेरा जो नस्ल से पैदा हुआ, मेरे जीवन का, मेरा लेवल का ग्लोरी, वो लेवल लोग ही मेरे साथ बैठ सकते हैं। और तुम मेरे साथ बैठो, इसके लिए मैं तुझे महिमा देने के लिए मैं मेरा बेटे को भेजा हूं। Amen. ये बुलाहट स्वर्गीय कि हम सुसमाचार के द्वारा उसका महिमा प्राप्त करें, ताकि हम उसके संग एक हो जावे। Amen. ഇങ്ങനെ ये पूरा बाइबल का सारांश। മനുഷ്യൻ പാപം ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ അവന് ദൈവം കൊടുത്ത ആ മഹത്വം, ദൈവം അവന് വേണ്ടി വെച്ചിരുന്ന ആ മഹത്വം അവന് നഷ്ടപ്പെടുത്തിയപ്പോൾ ആ മഹത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ സുവിശേഷത്താൽ നമ്മളെ അവൻ വിളിച്ചത് അവന്റെ മഹത്വം പ്രാപിപ്പാനാണ്. ഈ മഹത്വം പ്രാപിക്കാൻ തക്കവണ്ണമാണ് അവന്റെ സുവിശേഷത്താൽ നമ്മളെ അവൻ വിളിച്ചത്. ഈ മഹാപുരോഹിതൻ എന്ന നിലയിൽ അവൻ ആയിരിക്കുന്നത് തന്നെ നമ്മളെ ദൈവത്തോട് ഒന്നാക്കണം എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ये जो शत्रु कर दिया था ना आदम के जीवन में, वो हमारे पैरों के नीचे यही शत्रु को कुचलने के लिए यीशु मसीह हमारे लिए वहां पर महायाजक का सेवकाई कर रहा है, क्योंकि यीशु मसीह डायरेक्टली शैतान को नहीं हरा रहा है, हमारे द्वारा हरा रहा है। उसको तो एक फूंक मारा तो खत्म हो जाएगा, वो तो शर्मिंदा की बात होगी अगर वो शैतान के साथ मुठभेड़ करा तो। कलीसिया को, जिस कलीसिया को पाप में गिराकर आदम को वो गिराकर नष्ट करने की कोशिश किया प्रभु का योजना को, उसी मनुष्य को प्रभु वापस मसीह यीशु पे नया सृष्टि खड़ा करके इसी शैतान को सर को कुचलने के लिए हमें चुना है। ये है इसलिए महिमा प्राप्त करना जरूरी है। जब हम आएंगे यीशु मसीह के संग दोबारा जब आएंगे, हमारा महिमा के द्वारा शैतान को नष्ट करेगा। अब रेवलेशन में देखो, संत लोग जब यीशु मसीह के साथ आएंगे, यीशु मसीह का महिमा जो कलीसिया के द्वारा चमकेगा, और चमक से बड़ा लड़ाई करने की जरूरत है, एक चमक काफी है। उधर शैतान हम वचन लेके अंत करना चाहता हूं। उसके बाद मेरे प्यारे भाई जेबू और कोई है क्वालिफाइड लॉर्ड ने रखा है किसी को, वो ये इस बात के लिए रुकावट की बातें क्या क्या है उस विषय में ले गए उस अगला सेशन। और ये वचन हम पढ़ के मैं अंत करना चाहता हूँ। ഒരു വാക്യം വായിച്ച് कितना महिमादायक है कलीसिया का पोजीशन। रेवलेशन का വെളിപ്പാട് പുസ്തകം उसमें 20वां अध्याय में, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം देखो वचन 9, अगर 7 से पढ़ेगा तो आपको पूरा पार्श्वभूमि पता चलेगा। इतना भयानक शैतान जो सारे भूमि पर ही नहीं, अगले सब स्वर्गीय स्थानों में भी कोटि लोगों से इतना युग से उनको डिसीव, उनको धोखे में रख के राज कर रहा था इतने करोड़ों साल से। वो शैतान का हालत देखो, जब कलीसिया अपनी असली वस्त्र पहनकर आएगी महिमा में, तब देखो कितना टाइम लगा इस शैतान को हराने के लिए। देखो 7, 8, 9 पढ़े जोर से। 20-ന്റെ 7, 8, 9 വായിക്കാം. जब 1000 वर्ष पूरे हो चुकेंगे तो शैतान कैद से छोड़ दिया जाएगा। वह उन जातियों को जो पृथ्वी के चारों ओर होंगी, अर्थात गोग और मागोग को, जिनकी गिनती समुद्र की बालू के बराबर होगी, भरमा कर लड़ाई के लिए इकट्ठा करने को निकलेगा। वे सारी पृथ्वी पर फैलकर पवित्र लोगों की छावनी और प्रिय नगर को घेर लेगी और आप स्वर्ग से उतरकर उन्हें भस्म करेंगे। देखा, बस खत्म, उधर एंड हो गया, दी एंड, चैप्टर क्लोज। और वो आज हमारे द्वारा आएगा भाइयों, क्योंकि हम हो गए जो कुचलने वाले। और वो कब होगा वो भी देखो रोमियो की किताब में। मैं तो अंत नहीं, मैं तो अभी तो शुरुआत कर रहा हूँ। लेकिन വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ സാത്താൻ എന്ന് പറയുന്ന ഈ വഞ്ചകൻ, അല്ലെങ്കിൽ ഈ മനുഷ്യരെ ആഗോളമായി കൊണ്ടിരിക്കുന്ന ഈ സാത്താനെ, എങ്ങനെയാണ് ഈ സാത്താന്റെ അവസാനം എന്ന് കാണുമ്പോൾ വളരെ ആശ്ചര്യമാണ്. കാരണം വലിയ മുൻപേട് ചെയ്യാനോ അല്ലെങ്കിൽ അവനോട് യുദ്ധം പ്രഖ്യാപിക്കാനോ ഒന്നുമല്ല. കാരണം ദൈവം ഒരു ശ്വാസം മതി ദൈവത്തിന്റെ അവനെ നശിപ്പിക്കാൻ. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ തന്നെ നമ്മുടെ കാലിൽ അവനെ ചവിട്ടി
പൊട്ടണം എന്നുള്ള ദൈവത്തിന്റെ ആ പരമ ഉദ്ദേശമാണ് ദൈവം നിവർത്തിക്കുന്നത്. ഇവിടെ തന്നെ 20-ാം അധ്യായത്തിൽ 7-9 നമ്മൾ വായിച്ചാൽ ഇവിടെ 14 ഓക്കെ റോമൻ 16 നമുക്ക് 18 തൊട്ട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ഇവിടെ 2 പ്രകാരത്തെ ആൾക്കാരുണ്ട്. ഒന്ന് അനുസരണത്തിന്റെ മക്കളും ഒന്ന് അനുസരിക്കാത്ത മക്കളും. അനുസരണ മക്കളുടെ പവറും വില നോക്കൂ. റോമൻ 16 റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ തന്നെ സാത്താനെ നിങ്ങളുടെ കാലിനടിയിൽ ചതച്ചു കളയും. ആരാണിത്? അല്ലാരുമല്ല, സബ്ലും നെയ് അത് എല്ലാവരുമല്ല സഹോദരൻ. मैंने तो वैसा चला रहा हमको उसका ऊपर का वचन हम पढ़ेंगे 17 തൊട്ട് വായിക്കാം. 17 से पढ़ेंगे। अब हे भाइयों, मैं तुमसे विनती करता हूँ हाँ। कि जो लोग उस शिक्षा के विपरीत जो तुमने पाई है फूट डालने और ठोकर खिलाने का कारण होते हैं, हाँ उन्हें ताड़ लिया करो और उनसे दूर रहो, क्योंकि ऐसे लोग हमारे प्रभु मसीह की नहीं परंतु अपने पेट की सेवा करते हैं हाँ। और चिकनी चिकनी बातों के सीधे साधे मन के लोगों को भड़का देते हैं। तुम्हारे आज्ञा मानने की देखो ये प्रकार के लोग, आप किस जाति के जुन बनना चाहते हो? आज्ञा मानने वालों में से या इस तरह का संसारिक चीज के लिए? ആമേൻ. അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം പെട്ടെന്ന്. അതുകൊണ്ട് അനുസരണം, Yes. കണ്ടോ, അനുസരണം പരക്കെ എല്ലാ മനുഷ്യർക്കും പ്രസിദ്ധമാകാൻ തക്കവണ്ണം. ഏത് അനുസരണം? ഈ കർത്താവിന്റെ വെല്ലുവിളി വാക്ക് പ്രാപിക്കാൻ സുശിഷ്ടത്താൽ सुसमाचार के द्वारा हम ये महत्व प्राप्त करने के लिए, महिमा प्राप्त करने के लिए हमें आज्ञाकारी बना रहा है. We are willing അനുസരിച്ച് നമ്മളെ യോഗ്യം നടപ്പാൻ നമ്മളെ സഹായിക്കാനാവുന്നുണ്ട് ബ്രദേഴ്സ്. നമുക്ക് സഹായിക്കാനുണ്ട്. അതാണ് പുതിയ നിയമത്തിന്റെ സിസ്റ്ററിന്റെ വെൽപ്പം. ആ മഹത്വമാണ് ഇവിടെ പ്രസംഗിക്കേണ്ടത്. അതിന് തടസ്സമായുള്ള കാര്യങ്ങൾ ब्रदर वराम को संसारिका मैन हमारा बुलावट से जो हमें बुलाया है, बुलावट के द्वारा हम महिमा प्राप्त करने के लिए हम आज्ञाकारी रहे. ये आज्ञाकारी रहने के लिए हमें बुलाया है. ये बुलावट का श्रेष्ठता को हम समझो भाइयों. प्रार्थना हम प्रार्थना करेंगे.